യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 1:7. അവിടുത്തെ കൃപയുടെ സമൃദ്ധി കൊണ്ട് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും. ശ്രദ്ധിക്കുക, അവിടുത്തെ കൃപയുടെ സമൃദ്ധി. ഇപ്പൊ ഇറങ്ങിയത് എന്താ? കൃപ. അതിന്റെ സമൃദ്ധി കൊണ്ട് എന്ത് സംഭവിക്കാൻ പോവാ? ഈ പാപമോചനവും. അടുത്ത എന്താ സംഭവിക്കാൻ പോണേ? അവന്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. ഹല്ലേലൂയ. വിശ്വസിച്ച് നമുക്ക് ഇരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ദൈവത്തിന്റെ കൃപ വഴി പാപമോചനവും, ദൈവത്തിന്റെ രക്തം വഴി എന്ത് സംഭവിക്കാൻ പോണേ? രക്ഷയും കൈവരിക്കാൻ പോവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തു പറയും? കാരണം എന്താ, നമ്മളെ സംബന്ധിച്ച് ഇന്ന് 30 ഈ മാസം എന്റെ ചെയ്യാൻ പോവാ. ഹല്ലേലൂയ. അപ്പൊ തിരുഹൃദയം ഇന്ന് അവസാനിക്കുക. ഹല്ലേലൂയ. അടുത്ത ഏതാ മാസം? ജൂലൈ മാസം, തിരുരക്തത്തിന്റെ മാസം. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് എനിക്ക് കാണിച്ചത് എങ്ങനെയാ? ഒരു ഹാർട്ട് കാണിച്ചു തന്നിട്ട് അതിങ്ങനെ പമ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. നീ അത് പറഞ്ഞാൽ മതി. ഹല്ലേലൂയ. അതായത് തിരുഹൃദയത്തെ കുറിച്ച് തുടങ്ങിയിട്ട് തിരുരക്തത്തില് അവസാനിക്കാനായിട്ട്. ഹല്ലേലൂയ. ആ വചനം എടുത്തപ്പോ കിട്ടുന്ന വചനം ഇതാണ്. എന്താണ്? എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 1:7 എന്ത് പറഞ്ഞിരിക്കുന്നത്? അവിടുത്തെ കൃപയുടെ സമൃദ്ധി കൊണ്ട്, അതായത് തിരുഹൃദയത്തിന്റെ സമൃദ്ധി കൊണ്ട് എന്ത് സംഭവിക്കാൻ പോവാ? നമുക്ക് പാപമോചനം തരാൻ പോവാ. അവിടുത്തെ കൃപ നിറയുന്നതിനനുസരിച്ച് നമുക്ക് പാപമോചനം എങ്ങനെ ലഭിക്കാൻ പോവാ? അടുത്ത എന്താ? തിരുരക്തം. അടുത്ത മാസം കൊണ്ട്, ഈ മാസം നമ്മൾ എന്ത് ക്ലിയർ ചെയ്യണം? പാപമോചനം സ്വീകരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത മാസം എന്ത് ചെയ്യാൻ പോണ്? ആ തിരുരക്തം കൊണ്ട് രക്ഷ. ഇതിനാണ് കാണിച്ചു തരാം പോണെ, നമുക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ. അടുത്ത നിമിഷങ്ങളിലൂടെ നമുക്ക് അതിലൂടെ കടന്നു പോവാം. എന്താണ് ഈ, നമുക്ക് ആദ്യം തന്നെ നമുക്ക് നോക്കാം, എന്താണ് തിരുഹൃദയം? തിരുഹൃദയം എന്ന് പറഞ്ഞ എന്താ? ഹൃദയം എന്ന് പറഞ്ഞ എന്താ സംഭവം? അത് മെഡിക്കലില് അത് ശരിയാണ്. ഹല്ലേലൂയ. മെഡിക്കലായിട്ട് പറയുമ്പോ ഹാർട്ടാണ് നമുക്ക് ഹൃദയമായിട്ട് കാണാൻ പറ്റുക. ശരിക്കും മനസ്സാണ് എന്ത്? അത് ക്ലിയർ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഹല്ലേലൂയ. മനസ്സ് തന്നെയാണ് എന്ത്? ഇത് രണ്ടും ഒന്നാണ്. ഹല്ലേലൂയ. നമുക്ക് തെറ്റിപ്പോകരുത്. ഈ മനസ്സ് തന്നെയാണ് എന്ത്? ഹൃദയം. നമ്മുടെ ബൈബിൾ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഈ ദാവീദിന്റെ ഒക്കെ പുസ്തകത്തിലൊക്കെ വായിച്ചു കഴിഞ്ഞാല്, സുഭാഷിതങ്ങളിൽ വായിച്ചു കഴിഞ്ഞാൽ, ഹൃദയം നിർമ്മലമാക്കി പാപത്തിൽ നിന്ന് ശുദ്ധി നേടിയിരിക്കുന്നു എന്ന് പറയാൻ ആർക്ക് കഴിയും? ഹൃദയം എന്താണ്? മനസ്സ് നല്ലതാവണമെന്നാണ് ഈ പറയണേ. ഹല്ലേലൂയ. ഉദാഹരണം പറഞ്ഞെന്നുള്ളൂ. മനസ്സ് എന്ത് ചെയ്യണം? നമ്മള് കുർബാനയിൽ എന്താ പ്രാർത്ഥിക്കുന്നത്? അത് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. കുർബാനയിൽ എന്താ? മനസ്സിൽ നിറയും
കഴുകി ശുദ്ധരാകാൻ അപരാധങ്ങൾ നീക്കണമേ. എന്ത് സംഭവിക്കണേ? അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മോചിക്കണമേ. ഹല്ലേലൂയ. ഇത് വചനാണ് പറയുന്നത്, പാടുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ ഓർത്തിട്ടാണോ പാടുന്നത്? വചനം ഫിറ്റ് ചെയ്തിരിക്കുക. അവിടെ എന്ത് ചെയ്യണം? ഒക്കെ വിശുദ്ധി കിട്ടാനായിട്ട്. ഇനി എന്താണ് മനസ്സിന്റെ തലങ്ങളിലുള്ള പാപങ്ങളും പ്രശ്നങ്ങളും എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഹല്ലേലൂയ. എന്താ നമ്മള് മനസ്സാന്ന് കണ്ടു, ഹൃദയവും മനസ്സും ഒന്നായി കഴിഞ്ഞു നമ്മള്. ഹല്ലേലൂയ. ആ കൺഫ്യൂഷന് മാറിക്കഴിഞ്ഞു. ഇനി നമ്മള് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാണ്. അതായത് സങ്കീർത്തനങ്ങള് 91 സങ്കീർത്തനം എടുത്തു കഴിഞ്ഞാല് 5-ാം വാക്യത്തിലാണ് നോക്കുന്നത്. അവിടെ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം ഒരു നെഗറ്റീവ് പറഞ്ഞിട്ട് പോസിറ്റിവിറ്റി വരാനായിട്ട്. ഹല്ലേലൂയ. എന്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു. ഞങ്ങള് ഒരുമിച്ച് ഇങ്ങനെ അധികം പരിചയമില്ല എനിക്ക്, എന്നാലും ഞങ്ങളുടെ സെന്റ് മേരീസിൽ ഉണ്ടായിരുന്നു. ആള് ഈ മീഡിയ മിനിസ്ട്രിയിലൊക്കെ ആളായിരുന്നു. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില് ആള് മരിച്ചുപോയി. ഹല്ലേലൂയ. അപ്പൊ എല്ലാവരുടെയും ചോദ്യം എന്തായിരുന്നു എന്നറിയും. അവൻ രാത്രി ശുശ്രൂഷയ്ക്ക് കഴിഞ്ഞ് വന്ന് കിടന്നു. എന്നിട്ട് രാത്രി ആയപ്പോഴാണ് അവൻ എന്ത് സംഭവിക്കുന്നത്? ഒരു പുലർച്ചെ ടൈമിലാണ്. ഒരു 3 മണി വരെ അവന് കൂട്ടുകാരനെ വിളിച്ചതായിട്ട് അറിയാം. അത് കഴിഞ്ഞിട്ട് അവൻ ഉറപ്പായി. 3 മണിയല്ല, ഒരു 1:30, 2:45, 2:30 ആ ടൈമില് ആള് വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, നീ ഉറങ്ങിയില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കാലത്ത് എണീക്കുമ്പോ 5 മണിക്ക് പള്ളിയിൽ പോകാനായിട്ട് വിളിക്കുമ്പോ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഒന്ന് വായിച്ച്. ഹല്ലേലൂയ. രാത്രിയിലെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. ഞാനൊരു കറക്ഷന് വേണ്ടിയിട്ടാ. പകൽ പറക്കുന്ന അല്ലെങ്കിൽ രാത്രിയിലെ ഭീകരത, നമ്മളെ എന്താണ് ഇത് കൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് മനസ്സിലായി. രാത്രി എന്ത് ചെയ്യും? നമ്മളുടെ ഭീകരത, അതുപോലെ തന്നെ നമ്മളുടെ ചിന്തകൾ എന്തായിരിക്കണം? ശുദ്ധമാക്കണം രാത്രി. ഹല്ലേലൂയ. കൃപ എപ്പോഴാണ് നമ്മളിൽ നിന്നറിയാം. അതാണ് ഞാൻ പറഞ്ഞ ഒരു കറക്ഷന് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. ഹല്ലേലൂയ. ഇത് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മളുടെ പല മേഖലകളും എന്തായി മാറും. അതായത് സൈക്കോളജിക്കലായിട്ട് എന്ത് പറയും ആൾക്കാര് നമുക്ക് പറഞ്ഞു. നിങ്ങൾക്ക് ഒരു പ്രശ്നത്തിന് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ രാത്രി ഒരു 10 തവണ അത് നിങ്ങൾ പറഞ്ഞിട്ട് കെടുക്കാൻ പറയും. ഹല്ലേലൂയ. പുലർച്ചെ നിങ്ങൾ എണീക്കുമ്പോ എന്തായിരിക്കും? നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കിട്ടിയിരിക്കും. ഇതാണ് ആര് പറയാ? പക്ഷെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഹല്ലേലൂയ. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? രാത്രി കിടന്നുറങ്ങുമ്പോൾ പ്രാർത്ഥിച്ച് കിടന്നുറങ്ങണം. മനസ്സിൽ എന്ത് ചെയ്യണം? സ്വസ്ഥതയിലേക്ക് വിട്ടിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? കിടന്നുറങ്ങാനായിട്ട്. അല്ലെങ്കിൽ അവനെ ആര് ആക്രമിക്കും? ഞാൻ പറഞ്ഞുതരാം. ഈ പിശാച് നമ്മളെ ആക്രമിക്കും. ഇത് കറക്റ്റ് ചെയ്യാത്തോടത്തോളം കാലം എന്ത് സംഭവിക്കുന്നറിയോ? ഇതിങ്ങനെ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അതായത് ഹല്ലേലൂയ. ഓക്കെ. ഹല്ലേലൂയ. എന്താ പറയാ, അതായത് നമ്മള് എപ്പോഴും എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഈ വചനം ധ്യാനിച്ച് പ്രാർത്ഥിച്ച് നമ്മള് എന്ത് ചെയ്യണം? കെടുക്കാൻ പോകുമ്പോൾ തന്നെ നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങള്, ആത്മാവ്, മനസ്സ്, ശരീരത്തെ, ബോധ മനസ്സ്, അബോധ മനസ്സ്, ഉപബോധ മനസ്സിന്റെ 3 തലങ്ങളുണ്ട് ഇല്ലേ? ഇപ്പൊ ശാസ്ത്രജ്ഞന്മാര് എന്താക്കി മാറ്റി? 2 എണ്ണാക്കി മാറ്റി. ഹല്ലേലൂയ. ബോധ മനസ്സും ഉപബോധ മനസ്സും മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. അതിലെല്ലാം പെട്ടു. ഹല്ലേലൂയ. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഈ 3 ഘടകങ്ങള്, ബോധ മനസ്സിനെ, അബോധ മനസ്സ്, ഉപബോധ മനസ്സിനെ, ഇതിന്റെ ഉള്ളിലുള്ള എല്ലാ സാധനങ്ങളും ക്ലിയർ ചെയ്യാണ്ട് ആര് കിടക്കരുത് രാത്രിയില്. അതിനാണ് പറയുന്നത് നമ്മൾ എപ്പോഴും എന്താ ഡിഫൻസ് പ്രെയർ നടത്തിയിരിക്കുന്നത്. അതാണ് രാത്രിയിൽ നടക്കേണ്ടത്. ഏതാണത്? നമ്മൾ പ്രാർത്ഥിക്കണം. എന്തിനെ കുറിച്ച്?
ദൈവത്തെ കുറിച്ച് ഒരു വചനം എടുത്ത് ധ്യാനിക്കുക, അല്ലെങ്കിൽ അതിലുള്ള സന്തോഷത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലായില്ല? ഒരു വചനം എടുത്ത് ധ്യാനിക്കുക, അല്ലെങ്കിൽ പരിശുദ്ധ മാതാവിനെയോ അല്ലെങ്കിൽ അവരോട് വിശുദ്ധ ഔസേപിതാവിനോടോ അല്ലെങ്കിൽ ത്രിത്വൈക ദൈവത്തിലെ ഏതെങ്കിലും യേശുവിനോടും പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും ആരോടെങ്കിലും സംസാരിച്ച് അതിന്റെ നിറവിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഈ ഒരു രാത്രിയിലെ ഭീകരതയും നിങ്ങളെ അറ്റാക്കിയില്ല, ഒന്നും നിങ്ങളെ അറ്റാക്കിയില്ല. ഹല്ലേലൂയ. എല്ലാ പ്രശ്നങ്ങളും നമ്മള് അവിടെ വെച്ചിട്ട് വചനം പറയുന്നതാ. ഹല്ലേലൂയ. ഞാൻ ആ വചനങ്ങളിലേക്ക് കിടക്കാം. നിയമാവർത്തനം 6 അധ്യായം 6 മുതൽ 8 വരെ നിങ്ങൾ വായിച്ചു നോക്ക്. അത് നമ്മളൊക്കെ വായിക്കും, നിരന്തരം എല്ലാ ദിവസവും കേൾക്കണ വചന. ഹല്ലേലൂയ. ഈ ഗ്രൂപ്പിലാന്ന് വെച്ചാൽ നിറച്ച് കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയത്തില് എവിടെയാ? മനസ്സില് ഉണ്ടായിരിക്കണം. അത് എന്ത്? ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. ഹല്ലേലൂയ. ജാഗരൂകതയോടെ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. അത് കഴിഞ്ഞ് നമുക്കുള്ളത്. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെ പറ്റി സംസാരിക്കണം. അവയെ പറ്റിയായിരിക്കണം എന്താ നിങ്ങളുടെ മനസ്സിൽ എന്താ ഉണ്ടായിരിക്കുന്നത്? ഈ വചനത്തിനെ കുറിച്ചിട്ടുള്ളത്, വ്യാഖ്യാനങ്ങള്, ഈ വചനത്തിനെ കുറിച്ചുള്ള തികവ് നമ്മളിൽ ഉണ്ടായിരിക്കണം. എന്താ പറയുന്നതെന്ന് അറിയോ? നിങ്ങൾക്കൊരു വലിയൊരു അസ്വസ്ഥതയുണ്ട്, വലിയ കെണിയിൽ പെട്ടിരിക്കുക, ചീറ്റ് ചെയ്തിരിക്കുക. നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടണം. ഒരു രോഗാവസ്ഥയിലാണ്, നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടണം. എന്ത് ചെയ്യണം? വലിയൊരു രോഗാവസ്ഥയിൽ നമ്മൾ പെട്ടിരിക്കുക. എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? ഈ രോഗത്തെ ആലോചിച്ച് എന്ത് ചെയ്യണം? ഫുൾ ടൈം ഈ രോഗത്തെ ആലോചിച്ച് ഹൃദയത്തിന്റെ ഉള്ളിലും മനസ്സിന്റെ ഉള്ളിലും മനസ്സിന്റെ 3 തലങ്ങളിലും ആത്മാവ്, ശരീരം, മനസ്സിൽ ഇതൊക്കെ എന്തുകൊണ്ട് നടക്കണം? ഈ പ്രശ്നത്തെ കൊണ്ടു നടക്കണം. എന്നിട്ട് അതിന്റെ സൊല്യൂഷൻ നിങ്ങൾ ഉണ്ടാക്കണം. ഹല്ലേലൂയ. ദൈവം പറയുന്നത് എന്താ? നിങ്ങൾ ഹൃദയം എന്ത് ചെയ്യണം? സുഭാഷിതർ 20:9 ഹൃദയം നിർമ്മലമാക്കി പാപത്തിൽ നിന്ന് ശുദ്ധി നേടിയിരിക്കുന്നു എന്ന് ആർക്ക് പറയാൻ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ശരീരങ്ങള്, നമ്മുടെ ഉറ്റവരുടെ പ്രശ്നങ്ങള് എല്ലാം പരിഹരിക്കപ്പെടാനായിട്ട് എന്ത് ചെയ്യണം? നമ്മളുടെ മനസ്സ് നിർമ്മലമാക്കണം. അതിനെന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിലെ പ്രശ്നങ്ങൾ ആദ്യം എടുത്തു മാറ്റിയിട്ട് ആരെ ധ്യാനിക്കാൻ തുടങ്ങണം? വചനം ധ്യാനിക്കാൻ തുടങ്ങണം. വചനം എല്ലാ നിമിഷവും നമ്മുടെ പ്രശ്നങ്ങൾ ഇറങ്ങിപ്പോയിട്ട് ത്രിത്വൈക ദൈവം, ഇതാണ് അവർ ഉദ്ദേശിക്കണേ. ത്രിത്വൈക ദൈവം നമ്മുടെ ഉള്ളങ്ങളിൽ എന്ത് ചെയ്യാൻ തുടങ്ങണം? ഭരിക്കാൻ തുടങ്ങണം. അത് എപ്പോഴാ? എല്ലാ സമയങ്ങളിലും. കാരണം എന്താന്ന് അറിയാം? ഭയങ്കര സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു മൂവാ. ഹല്ലേലൂയ. നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാല് ഒരു പാപാവസ്ഥകളിലും നിങ്ങളെ അടിമപ്പെടുത്താനായിട്ട് പാപത്തിനോ പിശാചിനോ സാധ്യമല്ല. ഹല്ലേലൂയ. എന്താ കാരണം എന്നറിയോ? നമ്മളിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, വചനം ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ എന്താ വരാന്നറിയോ? നമ്മുടെ ചിന്തകളിലേക്ക് ഒരു പാപത്തിന്റെ ചിന്ത കടന്നു വരുമ്പോ അപ്പൊ തന്നെ അവനെ നിഷ്ക്രിയമാക്കാനായിട്ട് ഇൻഫർമേഷൻ കിട്ടും. ഇത് ശരിയല്ലല്ലോ. അപ്പൊ തന്നെ എന്ത് ചെയ്യണം? പാപം മുളയിലെടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? മനസ വാച കർമ്മണ. എന്താ സംഭവം? ആദ്യം ഒരു കൂട്ടുകാരൻ അവിടെ പറയും, അവിടെ നല്ലൊരു സംഭവം ഉണ്ട് കേട്ടാ, നല്ല അടിപൊളി കിളിമ, അല്ലെങ്കിൽ എന്തിനേതിനെ കുറിച്ച് പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്യും? ജോബിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഹൃദയത്തിലേക്ക് കൊണ്ടുവരും. ഹൃദയം എന്ന് പറഞ്ഞാൽ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അവിടെ ഇടും. ഹല്ലേലൂയ. ആരും ഇല്ലാത്തപ്പോഴാ എപ്പോഴെങ്കിലും അവൻ എന്ത് ചെയ്യും? മറ്റൊരുവനോട് ഇത് പറയാൻ തുടങ്ങും. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഹല്ലേലൂയ. അന്ന് ആ നിമിഷം തന്നെ അവനെ കൊന്നെങ്കിൽ അവൻ ഇതില്ല, ഇവന്റെ ഉള്ളിൽ ഇതിനെ താലോലിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇവൻ എന്ത് ചെയ്യും? അറിയാണ്ട് മറ്റൊരുത്തിനോട് കൂടി പറയും, അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇനി അടുത്ത പരിപാടി എന്താ? ഇവൻ കർമ്മം ചെയ്യാൻ. ഹല്ലേലൂയ. റിലാക്സ് ചെയ്തിരിക്കുക. എന്തിരിക്കും പോവും? കർമ്മത്തിലേക്ക് കടന്നു പോകും. അതുപോലെയാണ്
മനസ്സിന്റെ ചിന്ത വരുമ്പോ തന്നെ എന്ത് ചെയ്യണം? പറയണം, അങ്ങയുടെ ഹൃദയത്തിന് ഒത്തൊരുതി ആക്കി മാറ്റണം, ഒത്തതാക്കിട്ട് മാറ്റണം. ആരുടെ ഹൃദയത്തിന്? എന്തെങ്കിലും ദുശ്ചിന്ത എന്തെങ്കിലും കടന്നു വരുന്നുണ്ടോ ഈ ദൈവത്തിന്റെ ഹൃദയത്തിൽ നിന്ന്? ഇല്ല. അതുകൊണ്ടാ പറയുന്നത്, എന്താ പ്രാർത്ഥിക്കുന്നത്? ദൈവത്തിൽ. അല്ലെങ്കിൽ എന്ത് പ്രാർത്ഥിക്കണം? അടുത്ത മാസത്തെ പ്രാർത്ഥനയിലേക്ക് തിരുരക്തത്താൽ കഴുകണമേ, പരിശുദ്ധാത്മാവില് നിറയ്ക്കണമേ. കർത്താവ് എന്റെ ചിന്തകളെ വിശുദ്ധീകരിക്കണേ. ഹല്ലേലൂയ. എന്നിലേക്ക് ഇപ്പൊ കടന്നു വന്ന ചിന്തകൾ എന്ത് ചെയ്യണം? ആ പാപത്തിന് അല്ലെങ്കിൽ എന്നെ ഇപ്പോ ഉദ്ദീപിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാവ്, മനസ്സ്, ശരീരം തന്നെയാണെങ്കിൽ ജഡിക പ്രവണതകളാണെങ്കിൽ ആ ജഡിക പ്രവണതകളെ നേരോടെ നശിപ്പിച്ച് കളയണേന്ന് പ്രാർത്ഥിക്കണം. ഷോയെ ആ പ്രവണതയെ എന്ത് ചെയ്യണം? നേരോടെ നശിപ്പിച്ച് കളയണേ. എന്നെങ്കിലും എപ്പോഴെങ്കിലും, ചിലപ്പോ ആക്സിഡന്റ് ഉണ്ടായപ്പോഴായിരിക്കാം, വെള്ളത്തിൽ മുങ്ങി ചാവാൻ പോയ സമയത്തായിരിക്കാം, ഇതൊന്നും അല്ലെങ്കിൽ പല മേഖലകളിലായിരിക്കാം നമുക്ക് ഇത് സംഭവിച്ചിട്ടുണ്ടാവുക. അതിന്റെ പേടിയായിരിക്കാം ചിലവർക്ക് എന്താ, ആരെങ്കിലും ദുരുപയോഗം ചെയ്ത മേഖലകളൊക്കെ ഉണ്ടായിരിക്കാം, വേറെ പല മേഖലകളൊക്കെ ഉണ്ടായിരിക്കാം. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഈശോയോട് പറയണം. തിരുരക്തത്താൽ ഈശോയുടെ മുറിവിനോട് ഞാനിതാ ചേർത്ത് വെച്ചു പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുരക്തത്താല് കഴുകണമേ, പരിശുദ്ധാത്മാവില് നിറയ്ക്കണമേ. അപ്പൊ ഭയം, ഉത്കണ്ഠ, ഇങ്ങനെ ഞാൻ ഇവിടെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ ചോദിച്ചു, അവിടെ ചെന്നിട്ട് എന്ത് പറയണം? അപ്പൊ അപ്പോസ്തല പ്രവർത്തനം 18 അധ്യായം 9-10 ഇത് നീ എല്ലാം ഇപ്പോഴും അവരോട് പറയണം, ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ട്. ഹല്ലേലൂയ. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിശബ്ദനായിരിക്കാതെ പ്രസംഗിക്കുക. ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയോ? എന്തെന്നാൽ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നമ്മളെല്ലാവരോടും പറയുന്ന ഒരു വാക്യാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ആരും നിന്നെ ഉപദ്രവിക്കുകയില്ല. ഈ നഗരത്തിൽ എനിക്ക് വളരെ ആളുകളുണ്ട്. ഹല്ലേലൂയ. മനസ്സിലാവണം. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ പ്രേരണ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ റോയ് ബ്രദറാണ് വചനം പറയുമ്പോൾ ഞാൻ സംശയിച്ചു. പക്ഷെ സജോ ബ്രദർ വന്നിട്ട് ബ്രദർ വചനം പറഞ്ഞ. ഹല്ലേലൂയ. അല്ല, ദൈവം ആലോചിക്കരുത് നമുക്കൊരു മാറ്റം ഉണ്ടാവണം എന്നുള്ളത്. ഹല്ലേലൂയ. നമ്മുടെ മനസ്സിന്റെ നവീകരണം വഴി, നമ്മുടെ മനസ്സിന്റെ നീതീകരണം വഴി നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പിലേക്ക്, ശുശ്രൂഷയിലേക്ക് കടന്നു വരണം. ദൈവം ആഗ്രഹിക്കുന്നത് അതാ. ആ വചനാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കിട്ടിയത്. പക്ഷെ ആള് എന്താ പറയാ, ദർശനത്തിലൂടെ എനിക്ക് ഇതും കാണിച്ചു തന്നു. ഹല്ലേലൂയ. മനസ്സിന്റെ തലങ്ങളെ കുറിച്ച് കൃത്യമായി വ്യക്തമായിട്ട് പറയാനായിട്ട്. അപ്പൊ ഈ മനസ്സിന്റെ തലങ്ങളെ നമ്മൾ ഇനിയും കാണാൻ പോവാ. ഹല്ലേലൂയ. നമുക്ക് തിരിച്ചു വരാം. ഞാൻ പറയാ, ഇങ്ങനെ പേടി, ഏതെങ്കിലും ഇൻസിഡന്റിലായിരിക്കും നമുക്ക് പേടി കടന്നു വന്നിട്ടുണ്ടാവാം. ഏതെങ്കിലും ഇൻസിഡന്റിലായിരിക്കും ആരെങ്കിലും കുത്തുവാക്കുകൾ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതായിരിക്കും നമ്മളെ ഇപ്പോഴും വചനം പറയാതിരിക്കാനോ, അല്ലെങ്കിൽ കർത്താവിലേക്ക് വരാതിരിക്കാനോ, അല്ലെങ്കിൽ നമ്മൾ കുമ്പസാരിക്കാൻ പോവാതിരിക്കാനോ, അല്ലെങ്കിൽ ഈശോയെ സ്വീകരിക്കാൻ പറ്റാതിരിക്കാനോ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ പിന്നിൽ ഒരു രഹസ്യം ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. അത് നമ്മൾ എന്ത് ചെയ്യണം? വേരോടെ പിഴുതെറിഞ്ഞ് കളയുന്ന നിമിഷങ്ങളില് നമുക്ക് ആ സൗഖ്യം കിട്ടുന്ന നിമിഷങ്ങളിൽ നമ്മൾ ഓടിച്ചെന്ന് അതിലേക്ക് കടന്നു ചെല്ലും. നമുക്ക് പറ്റും. ഹല്ലേലൂയ. 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 കാരണം ഇങ്ങനെയാണ് പറയുന്നത്, ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഏത് സമയത്തും നിങ്ങൾ എന്ത് ചെയ്യണം? വചനം ധ്യാനിച്ചു. ഞാൻ ഒരു നല്ലൊരു കൃപയിലേക്ക് വന്ന സമയത്ത് എങ്ങനെയായിരുന്നു? നമ്മളൊക്കെ ഒരു നല്ല കൃപയില് വന്ന സമയത്ത് റാഫി ചേട്ടൻ വന്നിട്ട് പറയും, എനിക്ക് ഇങ്ങനെ ഒരു വചനത്തെ കുറിച്ച് ഒരു ഇത് കിട്ടി, നീ ശരിയാണോ നോക്ക്, ശരിയാണോ നോക്ക്. ഹല്ലേലൂയ. അപ്പൊ മറ്റുള്ള സണ്ണി ചേട്ടൻ പറയും. അങ്ങനെ എല്ലാവരും പറഞ്ഞു ഒരുമിച്ചിരുന്ന് നമ്മളെ എന്ത് ചെയ്യും? വചനത്തെ കുറിച്ച് രാപ്പകലിരുന്ന് ധ്യാനിക്കും. കിടന്നുറങ്ങുമ്പോ ജോസേട്ടനും ടീമും അവിടെ ഉണ്ടാവും. എന്താ ചെയ്യാ? ആ പ്രാർത്ഥിക്കുക. ഇത് നമുക്ക് നോക്കാം, അവിടെ ഒരു പ്രശ്നമുള്ളതായിട്ട് തോന്നുന്നുണ്ട്, നമുക്ക് പ്രാർത്ഥിക്കായിരുന്നു. കിടക്കുമ്പോഴെന്താ?
വചനത്തെ കുറിച്ചാണ് നമ്മള് സംസാരിക്കുക. കിടന്നുറങ്ങുമ്പോഴോ പ്രാർത്ഥിച്ച് കിടന്നുറങ്ങുന്നു, എണീക്കുമ്പോഴോ കാലത്ത് തൊട്ട് നമുക്ക് കാണാൻ പറ്റും സന്നിധിയായിട്ടിരുന്ന് പ്രാർത്ഥിക്കുക, എന്തെങ്കിലും ചെയ്യുക. ഹല്ലേലൂയ. നമ്മുടെ ജോലിയിലായിരിക്കുമ്പോഴ് നമുക്ക് എന്താ പറഞ്ഞു തന്നിരിക്കുന്നത്? പണ്ടത്തെ വചന പ്രഘോഷകര് സ്തുതിച്ചുകൊണ്ട് ജോലി ചെയ്യണം, നിങ്ങൾക്ക് ഇരട്ടി പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുന്ന പറഞ്ഞിരിക്കുന്നത്. അത് തെളിയിച്ചിട്ടുണ്ട്. ശക്തനൊക്കെ ഇവിടെ സാക്ഷി പറഞ്ഞിട്ടുണ്ട്. ഞാൻ സ്തുതിച്ച് ചെയ്തപ്പോ ഇത്രയും വെൽഡിങ് ഞാൻ തീർത്തു കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ ഇവിടെ സാക്ഷ്യം പറഞ്ഞതാ. ഹല്ലേലൂയ. എന്ന് പറയുന്നത് മനസ്സിന്റെ നവീകരണമാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുക. എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുക? മനസ്സിന്റെ നവീകരണം വഴി നിങ്ങളിലും എന്നിലുമുള്ള പിശാച് വേറിട്ട് പോവാ. അവന് നിൽക്കാൻ പറ്റുന്നില്ല. വചനം ധ്യാനിക്കുമ്പോ നമ്മൾ എന്താ തീക്കട്ടയായിട്ട് പോവാറാ. എന്തായിട്ട് മാറാ? യെശയ്യാ പ്രവചനത്തിന് പറയുന്നതായിട്ടില്ലേ, നിങ്ങൾ ഏത് നിമിഷവും ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റുക? ഞാൻ അശുദ്ധമായ അധരമുള്ളവനും അശുദ്ധമായ അധരങ്ങൾ ഉള്ളവരുടെ മധ്യ വസിക്കുന്നവനുമാണെന്ന്. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എനിക്കൊരു വീണ്ടും ജനനം വേണം, എനിക്കൊരു ജനനം വേണം. നിനക്ക് പഴയ ഹൃദയമല്ല, പുതിയൊരു ഹൃദയം യെശയ്യാ പ്രവചനത്തിൽ പറയുന്നില്ലേ 37 അധ്യായത്തില്? പുതിയ ഹൃദയം നൽകാൻ പോവാ. ഹല്ലേലൂയ. പുതിയ മനസ്സ് തരാൻ പോവാ. അതിലേക്ക് നമ്മൾ വരണം. നമ്മൾ വിശ്വസിക്കാതെ ദൈവം ഇന്ന് ആഗ്രഹിക്കുക ഒരു പുതിയ മനസ്സിന്റെ ഉടമയായിട്ട് മാറാനായിട്ട്, എപ്പോഴും വചനങ്ങൾ ചിന്തിക്കുന്ന മക്കളായിട്ട് മാറാനായിട്ട് ഒരു ആഗ്രഹം നമ്മുടെ അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് എന്തായിരുന്നു ചിന്ത? 7 തിരുവചനങ്ങളല്ലേ കുരിശുമ്മ കിടക്കുമ്പോൾ, മരണത്തിന് തൊട്ടു മുമ്പ് 7 തിരുവചനങ്ങള് അമ്മ പഠിപ്പിച്ച ആ 7 തിരുവചനങ്ങള് പറഞ്ഞുകൊണ്ടാ ഈശോ മരിക്കുന്നത്. അതിന്റെ പ്രത്യേകത എന്താ? അപ്പോഴും ഈശോ ധ്യാനിച്ചുകൊണ്ടിരിക്കുക. എന്തിനു വേണ്ടിയിട്ട്? ദൈവത്തിന്റെ രക്ഷ സാധ്യമാക്കി കൊടുക്കാനായിട്ട്. എന്താണ്? എന്റെ ഉത്തരവാദിത്വം ഇതാണ്. ദൈവത്തിന് മനസ്സിലായി, ഈശോയ്ക്ക് മനസ്സിലായി. ആ ഉത്തരവാദിത്വം പൂർണ്ണതയോടുകൂടി, പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇത് യേശു അത് പറയുന്നത് പഴയ നിയമത്തിലെ നിയമാവർത്തനം 6-ാം അധ്യായം 5-ാം വാക്യത്തിൽ നിന്ന് എടുത്തിട്ടാ. അവിടെ പറയുന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പൂർണ്ണ ഹൃദയത്തോട് പൂർണ്ണ ശക്തിയോടും കൂടി നിങ്ങള് ദൈവത്തെ അത് പൂർണ്ണതയിലേക്ക് കൊണ്ടുവരാണ് ആര് ചെയ്തത്? അത് പൂർണ്ണ ഹൃദയത്തോടു കൂടി ചെയ്യാ. അവിടെ ഹൃദയം ഭയങ്കരമായി ചിരിക്കുക. എന്താ? നിങ്ങൾക്ക് 3-ാം സ്ഥലത്ത് എത്തുമ്പോ തന്നെ ഈശോ എന്ത് സംഭവിക്കുക? ഈശോയ്ക്ക് എന്ത് സംഭവിക്കുക? മുഖം അടിച്ചു വീഴുന്നോണ്ടാ ആദ്യത്തെ വീഴ്ച. 3-ാം സ്ഥലത്ത് ആദ്യത്തെ വീഴ്ച. മുഖം അടിച്ച് ഒരാള് മുഖം കുത്തി വീഴണമെങ്കിലുള്ള പ്രത്യേകത നിങ്ങൾക്കറിയോ? ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ പ്രത്യേകത എന്നറിയോ? നിങ്ങൾക്ക് എന്തെങ്കിലും 20% ഓർമ്മയുണ്ടെങ്കിൽ കൈകുത്തും. അബോധ മനസ്സിൽ നിങ്ങൾ കയ്യും കാലും കുത്താനായിട്ട് ശ്രമിക്കും. മുഖം അടിച്ചു വീഴണമെങ്കിൽ ബോധം നഷ്ടപ്പെട്ടു, ചോര വാർന്നിട്ട് ഈശോയ്ക്ക് ശക്തിയില്ലാതായി പോയി. ആ സമയത്താണ് മുഖം അടിച്ചു വീഴുക, മൂക്കുത്തി വീഴുക. ഹല്ലേലൂയ. അങ്ങനെ 3 പ്രാവശ്യം വീണ് ഈശോയെ കുരിശിനെ തറയ്ക്കുമ്പോൾ ഈശോയ്ക്കുള്ള ജീവൻ എത്രയുണ്ടെന്ന് നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ബൈബിൾ സ്കോളേഴ്സ് അല്ലെങ്കിൽ ദൈവിക ശാസ്ത്രജ്ഞന്മാര് പറയുന്ന വളരെ കുറച്ചു മാത്രം ജീവൻ ഉള്ളൂ. ആ സമയത്ത് ദൈവത്തിന്റെ ഉത്തരവാദിത്വം നിറവേറ്റാൻ വേണ്ടി അമ്മ പഠിപ്പിച്ചെന്ന വചനങ്ങൾ ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തിനെ ഉപേക്ഷിച്ചു, അങ്ങനെയുള്ള വചനങ്ങള് ആവർത്തിച്ചു കൊണ്ടിരിക്കുക. ഈശോ കുരിശിന്മേ കിടന്ന് പടഞ്ഞിട്ട്. അതാണ് മനസാന്നിധ്യം എന്ന് പറയുന്നത്. അതാണ് ഈശോയുടെ തിരുഹൃദയം. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അതിന്റെ ഏറ്റവും വലിയ കരുണ ഒഴുക്കിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. എന്താ കരുണ? ശത്രുക്കൾക്ക് വേണ്ടി അവിടെ നിന്ന് പ്രാർത്ഥിക്കുക. ഇതാണ് നമ്മുടെ ഈശോയുടെ തിരുഹൃദയം. ഇതാണ് ഈശോയുടെ തിരുഹൃദയം. ശത്രുക്കൾക്ക് വേണ്ടി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. എപ്പോ? അബോധാവസ്ഥയിലും പ്രാർത്ഥിക്കുക. നമ്മൾ കേട്ടിട്ടില്ലേ? പണ്ട് കാലത്ത് സന്നിചേട്ടൻ പറഞ്ഞിരുന്നു. എന്താണ് കഥ സംഭവം കേട്ടിട്ടില്ല? കിടന്നുറങ്ങുമ്പോഴും കൊണ്ടുപോയില്ലോ, ഉറങ്ങാണ്. പക്ഷെ അബോധാവസ്ഥയിൽ എന്ത് ചെയ്യും? കൊന്ത ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും.
വൈക്കം പറമ്പിലച്ഛൻ എന്താ കേട്ടിട്ടില്ല? വായ അടയില്ല, എപ്പോഴും സ്തുതിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ 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 എന്ന് പറഞ്ഞ് സ്തുതിച്ചുകൊണ്ടിരിക്കും. ഉറങ്ങുമ്പോഴും അങ്ങനെ തന്നെ. ഹല്ലേലൂയ. നമ്മള് അതുപോലെ ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുക. പണ്ട് കാലങ്ങളിൽ എങ്ങനെയായിരുന്നു? നമ്മളത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു. അറ്റ്ലീസ്റ്റ് ഉറങ്ങുമ്പോഴും നമ്മൾ കൊന്ത ഇങ്ങനെ ഉറങ്ങും. എന്നിട്ട് കാലത്തേക്ക് ഹല്ലേലൂയ ഹല്ലേലൂയ. കാലത്തേടിക്കുമ്പോ എന്ത് സംഭവിക്കും? കൊന്ത എന്റെ കാണാറില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് പറഞ്ഞതാ, കൊന്ത കാണില്ല. ഞാൻ പിന്നെ തപ്പിയെടുത്ത് പോക്കറ്റിലിട്ട് നടക്കും. നാളെ ട്രൈ ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പൊ നമ്മള് അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്തായിരുന്നു. ഇന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാം നഷ്ടപ്പെട്ട് നടക്കുക. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഞാൻ നിങ്ങളോട് പറയുന്നതല്ലാട്ടെ, ഞാൻ എന്റെ കാര്യം ഒന്ന് സൂചിപ്പിച്ചു എന്നുള്ളൂ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങനെ ഹൃദയത്തില് നമ്മൾക്ക് എന്ത് സംഭവിക്കുന്നറിയോ? ഹൃദയത്തില് എന്തെങ്കിലും അസ്വസ്ഥത നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നമുക്ക് പമ്പിങ് അല്ലേ ഹൃദയത്തിന്റെ. ഞാനൊരു ഇത് വായിക്കാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി. സങ്കീർത്തനം 38 അധ്യായം 10 വാക്യം എടുത്ത് വായിച്ചു, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ചെറുതായിട്ടെങ്കിലും. എന്റെ ഹൃദയം തുടിക്കുന്നു, ഹല്ലേലൂയ. എന്റെ ശക്തി ക്ഷയിക്കുന്നു, കണ്ണുകളുടെ പ്രകാശവും എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്റെ ഹൃദയം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? തുടിക്കുന്നു പറഞ്ഞാൽ നമ്മൾ വിചാരിക്കരുത് കേട്ടാ, ഇത് പോസിറ്റീവാണ്. കാരണം അടുത്ത വചനം നമുക്കറിയാം, ശക്തി ക്ഷയിക്കുന്നു. എന്താ കാരണം എന്നറിയോ? നമ്മുടെ ഹൃദയത്തിന് ഈ പമ്പിങ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. നമ്മുടെ തുടിക്കുന്നതുകൊണ്ട് ഭയങ്കര സ്പീഡിൽ അടിക്കുക. എന്തിനു വേണ്ടിയിട്ട്? എല്ലായിടത്തേക്കും ഈ ബ്ലഡ് എത്തിക്കാൻ വേണ്ടി. ഹൃദയം എന്താ ശരിക്ക് ഒരു പമ്പ് പോലെയാ. നിങ്ങളുടെ മനസ്സ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാല്, നിങ്ങളുടെ മനസ്സിന്റെ എന്താ പറയാ, ശരിയായ നില അവസാനിച്ചു കഴിഞ്ഞാല് പിന്നെ അവിടെ സംഭവിക്കുക എന്താ വെച്ചാല് രോഗങ്ങളും ക്ഷീണവും നിങ്ങളെ എന്ത് ചെയ്യും? പിടികൂടും. നിങ്ങളുടെ മനസ്സിന് അസ്വസ്ഥത ഉണ്ട് ഒരു മനസ്സാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മളെ ഉന്മേഷമായിട്ട് ഇരിക്കാൻ പറ്റില്ല. ക്ഷീണവും അസ്വസ്ഥതയും നമ്മളെ പിടികൂടും. എന്താ അതോടുകൂടി നമുക്ക് എന്ത് നഷ്ടപ്പെടും? കണ്ണുകളുടെ പ്രകാശം നഷ്ടപ്പെടും. നമുക്ക് എങ്ങനെയെങ്കിലും ചെന്ന് കിടന്ന് ഉറങ്ങിയാൽ മതി. ആ സമയത്ത് നമ്മളൊന്ന് പ്രാർത്ഥിച്ചു നോക്കി, എന്റെ മനസ്സിലേക്ക് ആത്മാവേ വരണേ, എന്റെ കണ്ണുകളിലേക്ക് ആത്മാവേ വരണേ, എന്റെ ഇത്രയുള്ള 3 കിലോമീറ്ററോളം നാഡി ഞരമ്പുകളുണ്ട്, മജ്ജയുണ്ട്, എല്ലുണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യണം? അടുത്ത മാസം ഫുള്ളായിട്ട് ഓഫറാണ്. അടുത്ത മാസം എന്തിന്റെ? തിരുരക്തത്തിന്റെ ഓഫർ നടക്കുന്നതാ. ഏതെങ്കിലും അവയവങ്ങൾ, ഇന്നർ ഓർഗൻസ്, അതുപോലെ തന്നെ പുറത്തുള്ള ഓർഗൻസ്, പഞ്ചേന്ദ്രിയങ്ങൾ, ആത്മാവ്, മനസ്സ്, ശരീരം എന്ത് ചെയ്യണം? കഴുകണം. അതുപോലെ ബോധ മനസ്സ്, അബോധ മനസ്സ് അത് ഈ മാസം ചെയ്യുന്നതാ. അബോധ മനസ്സ്, ഉപബോധ മനസ്സിനെ കഴുകി എന്ത് ചെയ്യണം? സ്വീകരിക്കണം. മനസ്സിനെ എന്ത് ചെയ്യണം? നിർമ്മലമായിട്ട് സൂക്ഷിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പാപത്തിൽ നിന്ന് മോചനം കിട്ടുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? അതിനെന്താണ് നമ്മളെ സഹായിക്കുക? കൃപ. അതിനെന്താ സഹായിക്കുക? കൃപ. അപ്പൊ അതിന് കഴിയാൻ പോവാ. മനസ്സിന്റെ തലങ്ങള് അവസാനിക്കാൻ പോവാ. ഈ കൃപ എങ്ങനെ നമ്മൾ സ്വീകരിക്കും? വിശുദ്ധ കുർബാനയിലൂടെ ഏറ്റവും കൂടുതൽ കൃപ സ്വീകരിക്കുന്നത് ഏതാ? ആരാധനയിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെയാണ് ഏറ്റവും കൂടുതൽ കൃപ സ്വീകരിക്കാൻ പറ്റുക. പിന്നെ എപ്പോഴാണ്? ആരാധനയില്. ഏതില്? അഡോറേഷനില്. അവസാനം അവിടുത്തെ പാട്ട് ഏതാ? അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് ശരിക്കും പാടി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും. അത് വിട്ടുപോയി. ഓക്കെ, പിന്നെ ഓർമ്മ വരുമ്പോ പറയാം. അപ്പൊ ഈ അഡോറേഷനില് കുരിശിന്റെ വഴി ചെല്ലുമ്പോ, ജപമാല ചെല്ലുമ്പോ, വചനം പ്രസംഗിക്കപ്പെടുമ്പോ എന്താ വചനം? കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടു. എന്താ? വിശുദ്ധീകരിക്കപ്പെടും നമ്മള്. കഴിഞ്ഞ മുമ്പത്തെ ക്ലാസ്. ഹല്ലേലൂയ. എന്താ? വചനം നമ്മളെ
ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ. ഈ മനസ്സിനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ നമ്മുടെ മനസ്സിന്റെ നവീകരണത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? കടന്നു വരണം. അപ്പൊ നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോഴും പകൽ എന്ത് ചെയ്യണം? പകല് കൃപയുടെ സമയം. കൃപ 3 മണി തൊട്ട് 5 മണി വരെ, എപ്പോഴും 6 മണി വരെ ഉണ്ട്. എന്താണ് എന്തെന്നാ അതിനെ പറയാ? കർത്താവിന്റെ സമയം. 3 മണി തൊട്ട് 6 മണി വരെയുള്ള സമയങ്ങളിൽ ഏറ്റിരുന്ന് പ്രാർത്ഥിച്ചാൽ എന്ത് സംഭവിക്കും? കൃപ ലഭിക്കും. ഹല്ലേലൂയ. കൃപ നമ്മളിലേക്ക് ഒഴുകി വരും. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യും? കാലത്ത് എന്തിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങും. കൃപ വന്ന് എന്തിനാ പാപമോചനമൊക്കെ ലഭിക്കേണ്ട ആൾക്കാരുണ്ടാവും. ചില പാപങ്ങളിലൊക്കെ അടിമപ്പെട്ട് കിടക്കുന്നുണ്ടാവും. അതിൽ നിന്നും മോചനം കിട്ടാത്ത അവസ്ഥയിൽ ഉണ്ടാവും. ഈ മീഡിയകള് അതുപോലെ തന്നെ പല കാര്യങ്ങളിലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അടിമപ്പെട്ടിരിക്കുന്നുണ്ടായിരിക്കും. അതിൽ നിന്നൊക്കെ നമുക്ക് ആഗ്രഹിക്കുന്നുണ്ടാവും, കരയുന്നുണ്ടാവുള്ളൂ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് സ്വയമായിട്ട് രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കൃപ കൂട്ടുപിടിക്കണം, കൃപയുടെ കൂട്ടുപിടിക്കണം. അത് എതിലായിരിക്കുന്ന വിശുദ്ധ റോമക്കാർക്ക് എഴുതിയ ലേഖനത്തില് 8-ാം അധ്യായം 13-ാം വാക്യം. റോമ 8:13. ജഡികരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. എന്നാൽ ശരീരത്തിന്റെ പ്രവണതകളെ ആത്മാവിൽ നീ വഹിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും. ഹല്ലേലൂയ. ജഡികരാണെങ്കിൽ നിങ്ങൾ സംഭവിക്കും? തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ മരിച്ച് എന്ന് പറയും, പാപത്തില് മരിച്ചു പോകും. അടുത്ത സ്റ്റെപ്പ് എന്താ? ആത്മീയരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? കൃപ കൊണ്ട് ഇതിനെ നിഗണിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഇങ്ങനെ നിഗണിച്ചുകൊണ്ടിരിക്കും. അവനെ വെട്ടി വീഴ്ത്തി നമ്മള് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇത് നമ്മളിലേക്ക് നടക്കും. ഏത് പ്രതിസന്ധി ഉണ്ടാവുകയാണെങ്കിലും നമ്മള് കൃപയെ കൂട്ടുപിടിച്ച് പാപമോചനം സ്വീകരിച്ച് തിരുരക്തത്താൽ കഴുകപ്പെടുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് രക്ഷ അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾ എങ്ങനെ രക്ഷ പ്രാപിക്കും? ഈ തിരുഹൃദയത്തിന്റെ പ്രാർത്ഥന ആരാണ് ഏറ്റവും ആദ്യം നമ്മളിലേക്ക് കൊണ്ടുവന്നത്? മാർഗ്രറ്റ് മേരി അലക്കോക്ക് എന്ന് പറഞ്ഞ ഒരു സഹോദരിയാണ്. ഹല്ലേലൂയ. വിശുദ്ധിയാണ്. ഹല്ലേലൂയ. അവരുടെ പ്രത്യേകത എന്തായിരുന്നു? തിരുഹൃദയത്തെ കാണിച്ചു കൊടുക്കുകയും അതിനെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്തപ്പോൾ വെളിപ്പെടുത്തി കൊടുത്തതാ. നമുക്കറിയാം സിസ്റ്റർ മരിയനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. സിസ്റ്റർ മരിയ കുർബാനയുടെ ക്ലാസ് കർത്താവ് പറഞ്ഞു കൊടുക്കുമ്പോ തിരുഹൃദയം എന്ത് ചെയ്യും? അവളെ സ്വീകരിക്കും. എന്നിട്ട് തിരുഹൃദയത്തിന്റെ ഉള്ളിലായിരിക്കുക സിസ്റ്റർ മരിയ. ഇപ്പോഴാണ് സിസ്റ്റർ ആയത്, മുമ്പ് സിസ്റ്റർ അല്ലായിരുന്നു. ഇതിന്ന് വന്നതാ. ഹല്ലേലൂയ. അവർക്ക് എന്ത് ചെയ്യും? അറിയാതെ ഈ തിരുഹൃദയത്തിന്റെ ഉള്ളില് കയറി ചെല്ലാൻ പറ്റും. അതിന്റെ ഉള്ളില് ആയിരിക്കും. ഒരു ഗാനമൊക്കെ ഉണ്ട്. അങ്ങേ തിരുമുറിവുകളിൽ എന്നെ ഇരുത്തേണമേ, തിരുഹൃദയത്തിൽ. എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഹല്ലേലൂയ. പാട്ടുകൾ അതൊക്കെ. അപ്പൊ ആ സംഭവങ്ങളില് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ അത്ഭുതങ്ങള് സിസ്റ്റർ മരിയക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈശോ അങ്ങനെയാ നമ്മളേക്ക് സ്വീകരിക്കുക. നമ്മൾ കൃപയിൽ നിറയാൻ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും? ഈശോയുടെ തിരുഹൃദയത്തിന്റെ ഉള്ളില് നമ്മളെ ചേർത്ത് വെക്കും. അങ്ങനെയാണ്. ഇനി അടുത്ത മാസത്തേക്കുള്ള ഒരു ഇൻട്രോഡക്ഷൻ തരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തത് തിരുരക്തത്തെ കുറിച്ചാണ്. അതായത് ഈ മനസ്സ് നന്നായി കഴിഞ്ഞാല് ഈ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ഓർഗൻസ് എന്ത് ചെയ്യാൻ തുടങ്ങും? നേരിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷ കൈവരിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. അതിൽ നിന്ന് രക്ഷ കൈവരിക്കാൻ തുടങ്ങും. ഇനി നമ്മൾക്ക് എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ തിരുരക്തത്താല് നമ്മള് കഴുകി വിശുദ്ധീകരിക്കപ്പെടണം. ഈ തിരുരക്തം നമ്മളിലേക്ക് മാറ്റപ്പെടും. തിരുരക്തം നമ്മളിലെ കഴുകി വിശുദ്ധീകരിക്കപ്പെടണം. എന്താ? 1 യോഹന്നാൻ 1:7 അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്ന് നമ്മെ
ശുദ്ധീകരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മളെ ശുദ്ധീകരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കുഞ്ഞു പിള്ളേരെ ഓരോ മണിക്കൂറും കഴുകണം എന്നാ പറയാ. അവരിലേക്കേക്ക് എന്താ മീഡിയയുടെ അറ്റാക്ക് ഡൊമിനിക് അച്ഛനൊക്കെ പറയാ ഏറ്റവും കൂടുതൽ ഇപ്പൊ പ്രശ്നമുള്ളത് മാതാപിതാക്കന്മാരാ. മാതാപിതാക്കന്മാര് എന്താണ്? കാട്ടാളന്മാരാ. അവർക്കുള്ള മക്കള് അവര് എന്താണ് ചിന്തിച്ചു വെച്ചിരിക്കുന്നത്? മാതാപിതാക്കന്മാര് എന്താണ്? കാട്ടാളന്മാര്. അവർക്കുണ്ടാവുന്ന മക്കള് ഒന്നാലെ പരിശുദ്ധ കന്യകാമറിയോ അല്ലെങ്കിൽ വിശുദ്ധ യോസേപ്പ് പിതാവും അറ്റ്ലീസ്റ്റ് ആവും, അല്ലെങ്കിൽ യേശു ആവണം. അങ്ങനെയാണ് എല്ലാവരുടെ തീരുമാനം. പക്ഷെ നമ്മൾ കാട്ടാളന്മാരായിട്ട് നമ്മുടെ മക്കള് മാറ്റപ്പെടുന്നു വിചാരിക്കരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മള് മക്കളെ മാത്രം പഠിപ്പിച്ച് അതുകൊണ്ടാണ് ഇവിടെ നിയമാവർത്തനം 6-ാം അധ്യായത്തിൽ പറയുന്നത്, നിങ്ങളെ ആദ്യം തന്നെ നിങ്ങളെ തന്നെ ശരിയാക്കിയിട്ട് മക്കളിലേക്ക് ഈ വചനം കൊടുക്കണം. എന്ത് ചെയ്യണം? നമ്മളെ തന്നെ ശരിയാക്കുക. നമ്മൾ പൂർണ്ണരാകുക. എങ്ങനെയാ? വചനം ധ്യാനിച്ച് മുന്നേറുമ്പോൾ നമ്മള് പൂർണ്ണരാകും. ഹല്ലേലൂയ. അത് കഴിയുമ്പോൾ നമുക്ക് മക്കളിലേക്ക് ഇത് പകർന്നു കൊടുക്കാൻ പറ്റും. മക്കളിലേക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമുക്കറിയണ്ടേ എന്തെങ്കിലും? നമുക്ക് എന്തെങ്കിലും അറിഞ്ഞാലല്ലേ മക്കളിലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. മക്കളിലേക്ക് കൊടുക്കത്തക്ക രീതിയിൽ നമ്മൾ എന്തായിരിക്കണം? വചനത്തില് നിറയണം. എന്നാൽ മാത്രമാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടന്നു ചെല്ലാൻ പറ്റുള്ളൂ. തിരുരക്തത്തിന്റെ മേഖലകളിലേക്ക് നമുക്ക് ഇതിനെ കഴുകി വിശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട്. അതായത് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഒന്ന് പത്രോസ് 1:18-19 തിരുവചനങ്ങള്. പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെതുപോലുള്ള ക്രിസ്തുവിന്റെ അമൂല്യ രക്തം കൊണ്ടത്രേ. എന്തുകൊണ്ടാ? ക്രിസ്തുവിന്റെ അമൂല്യ രക്തം കൊണ്ട്. ഇത് ആരാ പറയണെന്ന് അറിയാം? പത്രോസ് പൗലോസിന്റെ. ഹല്ലേലൂയ. പത്രോസ് തീഷ്ണതയില് ഒന്നാമനായിരുന്നു. പൗലോസ് വല്ല കുഴപ്പമുണ്ടോ? പൗലോസ് പറയുന്നത് ഞാൻ എന്റെ നന്നായി ഓടി. എന്നിട്ട് എന്താ പറയുന്നത്? ഞാനല്ല ഓടിയത്, പിന്നാലെ എന്റെ കൃപയാണ് ഓടിയത്. എന്താണ് ഓടിയത്? ഞാൻ ഓടിയിട്ടില്ല, കൃപ ഓടി. അല്ല, കൃപ അല്ലെങ്കിൽ എന്നെ ഓടിപ്പിച്ചു. കൃപ നിറഞ്ഞ പ്രത്യേകത കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഹല്ലേലൂയ. കൃത്യമായിട്ട് ഇത് പറയാ. പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത്. അതായത് നിങ്ങളെല്ലാവരും എന്ത് ചെയ്യപ്പെട്ടു? വീണ്ടെടുക്കപ്പെട്ടു. എങ്ങനെ? വ്യർത്ഥമായ ജീവിത രീതി. എന്തായിരുന്നു വ്യർത്ഥമായ ജീവിത രീതി? ഇതിനു മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട് മുമ്പത്തെ വചനങ്ങളിൽ. എന്താണ്? അവര് കാളയെ കൊല്ലുമായിരുന്നു. ഇപ്പോഴും അതൊക്കെ നമ്മുടെ നാടുകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് എന്ത് ചെയ്യണം? കാളയെ, കോഴി, ഇതൊക്കെ മൃഗങ്ങളെ ബലിയർപ്പിച്ച് അതിന്റെ ഭസ്മം എടുത്ത് ശരീരത്തിൽ തേച്ചുകൊണ്ട് നടക്കുന്ന ഒരു അവസ്ഥ നമുക്കൊക്കെ ഉണ്ടായിരുന്നു. ആ വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? മാറ്റപ്പെടണം. എന്തായിട്ട് മാറ്റപ്പെടണം? ഇനി ഇത് യേശുവിന്റെ തിരുരക്തം കൊണ്ടാണ് നമ്മള് വീണ്ടെടുക്കപ്പെട്ടതെന്നുള്ള ബോധ്യം നമ്മളിലേക്ക് വരണം. ഹല്ലേലൂയ. എന്ത് വരണം? തിരുരക്തത്താല്. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഹൃദയത്തിൽ വിശ്വസിക്കണം. ഹൃദയം നിർമ്മലമായാൽ മാത്രമേ അത് സംഭവിക്കുള്ളൂ. ഹൃദയത്തിൽ വിശ്വസിക്കുകയും ആദരം കൊണ്ട്, റോമ 10:10 എന്താ പറയുന്നത്? ആദരം കൊണ്ട് ഏറ്റു പറയുകയും ചെയ്യുമ്പോൾ നിങ്ങള് ഹല്ലേലൂയ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അതുപോലെ തന്നെ, അങ്ങനെ തന്നെ. അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കണം? നമ്മള് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ ആദരം കൊണ്ട് ഏറ്റു പറയണം. നമ്മൾ നേരത്തെ പറഞ്ഞു, ഹൃദയത്തിൽ ആദ്യം വരും, അവിടുന്ന് ചിന്തകൾ വരും. ആ ചിന്തകള് നമ്മളെ ഇപ്പൊ നമ്മളോട് പറയുകയാണ്, ആദരം കൊണ്ട് അത്
ഏറ്റു പറയാനായിട്ട് തയ്യാറാവണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അടുത്തതായിട്ട് ഈ പാപമോചനം ഈ രക്തത്തിന്റെ വില എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. ഒരു ഉദാഹരണം പറഞ്ഞുതരാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി എനർജൈസ് ചെയ്യാൻ പറ്റും. ഞാനൊന്ന് കുറച്ച് ഒരു കഥയിലേക്ക് കൊണ്ടുപോവാ. അതായത് നമുക്കറിയാം, പണ്ട് ഈ ഇസ്രായേൽ ജനമൊക്കെ ഒരു പാറ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ദേവാലയം പണിയാനായിട്ട്. ഓർക്കുന്ന അതിപ്പോഴും ഉണ്ട് അവിടെ. അത് എന്ത് ചെയ്യാനാ? അടുത്ത ദേവാലയം പണിയാനായിട്ട് പാറ റെഡിയാക്കി വെച്ചിരിക്കുക. ദേവാലയം ഇന്നോ നാളെയായിട്ട് പണിയെന്നുള്ള രീതിയിൽ നിൽക്കുക. സത്യത്തില് ദൈവം എന്ത് ചെയ്തു? അതിനെ മാറ്റിക്കളഞ്ഞു, പുതിയൊരു സംഭവം കൊണ്ടുവന്നു. എന്താ സംഭവം എന്നറിയോ? പത്രോസും യേശും കൂടി നടന്നു പോകുമ്പോ, ശിഷ്യന്മാരൊക്കെ കൂടി നടന്നു പോകുമ്പോ യേശു ചോദിക്കുന്നുണ്ട്, യേശു ചോദിക്കുന്നുണ്ട് എന്താ, ഞാൻ ആരാണെന്നാ മറ്റുള്ളവരൊക്കെ പറയുന്നത്. അപ്പൊ പലരും പറയും യോഹന്നാൻ, മറ്റേത് ഏലിയ, അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുമ്പോൾ പത്രോസ് ചാടി നീക്കി പറയുന്നുണ്ട്, നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ. അത് കഴിഞ്ഞിട്ട് അവനോട് പറയുന്നത്, നീ പത്രോസേ, നീ ആ പാറയാണ് ഇവിടെ കൊടുക്കുന്നത്. നീ പാറയായിട്ട് അവനെ മാറ്റ. നിന്റെ ആ ദേവാലയം എന്തിലും പണിതായിരുന്നു? ആ പാറയിലും പണിതായിരുന്നേ. ഇപ്പൊ എന്ത് ചെയ്യാ? നിന്റെ ഈ ഉറച്ച വിശ്വാസമാകുന്ന നിന്റെ മാംസരക്തങ്ങളെല്ലാം നിന്നെ കൊണ്ട് ഇത് പറയിപ്പിച്ചത് സ്വർഗസ്ഥനായ പിതാവാ. ആ വിശ്വാസത്തില് നിന്നെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാ? ഈ സഭ നിന്റെ ഈ പാറയമേല് സ്ഥാപിക്കാൻ പോവാ. ഹല്ലേലൂയ. എന്ത് സംഭവിക്കണെന്നറിയോ? അവിടെ വെച്ചിട്ട് ഇപ്പോഴും ജോസഫ് അച്ഛൻ പറയും, ഇപ്പോഴും ജൂതന്മാരുടെ ആ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്, അവര് റോമക്കാരും മറ്റുള്ളവരും കൂടി ഒരുമിച്ച് ആക്രമിച്ചപ്പോൾ ദേവാലയം കത്തി നശിക്കാൻ പോവാ, നശിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ആർക്കും രക്ഷയില്ല. എല്ലാവരും ഓടി മച്ചിന്റെ മേലെയും അവിടെ ഇവിടേക്ക് കയറി ഒളിക്കാൻ പറ്റുന്നവരൊക്കെ ഓടി അന്യദേശത്തേക്കൊക്കെ പോയി. അപ്പൊ പുരോഹിതൻ മാത്രം അവിടെ ഒറ്റപ്പെട്ടു. അപ്പൊ പുരോഹിതൻ എന്ത് ചെയ്ത്? ഏറ്റവും മേലത്തെ നിലയിൽ പോയിട്ട് ആ താക്കോലുകള് എല്ലാ അറകളും കൂട്ടി, വിശുദ്ധ സ്ഥലങ്ങളൊക്കെ കൂട്ടിയിട്ട് ആ താക്കോല്, ഈശോയെ ഞങ്ങൾക്ക്, അല്ലെങ്കിൽ ദൈവമേ ഞങ്ങൾക്ക് ഇനി ഇത് കൈപ്പിടിച്ചിരിക്കാനോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത് സംരക്ഷിക്കാൻ പറ്റുന്നില്ല, അമ്മ സ്വീകരിക്കണമേ എന്ന് പറഞ്ഞ ആകാശത്തേക്ക് എറിഞ്ഞു. വലിയൊരു കൈ വന്നിട്ട് അതിനെ സ്വീകരിക്കുന്നതായിട്ട് ജൂതന്മാരുടെ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ജോസഫ് അച്ഛൻ അത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള സംഭവം എവിടെ വിവരിക്കണേ? എന്നിട്ട് എന്താ അടുത്തത് എന്താ പറയുന്നേ പത്രോസിനോട്? സ്വർഗത്തിന്റെ താക്കോലുകള് ഞാൻ നിനക്ക്. ഹല്ലേലൂയ. ആ താക്കോലുകൾ, അന്ന് പിടിച്ച താക്കോലുകൾ എപ്പോഴാ കൊടുക്കണേ? പത്രോസിന് പറയാ, നിന്റെ സ്വർഗത്തിന്റെ താക്കോലുകൾ നീ പിടിച്ചോ. ഇപ്പോഴും നമ്മളെന്താ ആലോചിച്ചിരിക്കുക? ഇവര് വന്ന് ദേവാലയം പണിയും, അതിന് വിശുദ്ധ സ്ഥലം ഉണ്ടാവും. വിശുദ്ധ സ്ഥലം സ്വർഗാക്കിയിട്ട് മാറ്റി. ആര്? യേശുവിന്റെ കുരിശുമരണത്തിന് ശേഷം എന്തായി? അതാണ് വെളിപ്പെടുത്തുന്നത്. നിന്റെ സഭ സ്ഥാപിക്കും. എന്റെ കുരിശുമരണത്തിന് ശേഷം ഇനി ഈ ദേവാലയത്തിന്റെ ആവശ്യമില്ല. സമയക്കാരി സ്ത്രീ എന്താ വന്ന് ചോദിക്കണേ? ആത്മാവിലും സത്യത്തിലും ഞങ്ങള് ആരാധിക്കുന്ന ഒരു സമയമുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈശോയെ ആത്മാവിലും സത്യത്തിലും, അത് യേശു വരണം. യഹോവയായ ക്രിസ്തു പ്രത്യക്ഷപ്പെടുമ്പോൾ അല്ലെങ്കിൽ വരുമ്പോൾ ഞങ്ങൾക്കത് സാധ്യമാകും. ഏത് ദേവാലയത്തിൽ ഞങ്ങൾക്ക് പോയിട്ട് പ്രാർത്ഥിക്കണ്ടേ? ആ ദേവാലയത്തിലും മറ്റു ദേവാലയത്തിലും ഈ മുന്നിൽ നിൽക്കുന്നവൻ എന്നെയാ ക്രിസ്തു എന്ന് വെളിപ്പെടുത്തുക അവൾക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലരും ചോദിക്കുമ്പോ എവിടെയാണ് ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? ക്രിസ്തുവിനെ കുറിച്ച് ബൈബിളിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ക്രിസ്തു പറയുന്ന വാക്യമുണ്ടോ? ഹല്ലേലൂയ. 4-ാം അധ്യായത്തിലുണ്ട്. ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ആളെന്നെയാ ഈ സംഭവം. ഇപ്പൊ തന്നെ നീ ഒരു യുഗമൊന്നും കാത്തിരിക്കണ്ട, ഇപ്പൊ തന്നെ നീ തുടങ്ങിക്കോ. എന്നിട്ട് ആത്മാവിലും സത്യത്തിലും പ്രാർത്ഥിക്കാനായിട്ട് ഇപ്പൊ തന്നെ നീ തുടങ്ങിക്കോ.
ഹല്ലേലൂയ. ആത്മാവിലും സത്യത്തിലും നീ പ്രാർത്ഥിക്കാൻ തുടങ്ങ്. ഇനി നീ അതിനു വേണ്ടി ഇനി ആൾക്കാരെ കാണാൻ ഇരിക്കണ്ട. കാരണം നിന്റെ മുമ്പിൽ നിൽക്കുന്നവൻ ദൈവം നമ്മളോടും പറയുന്നതാണ്. ആത്മാവിലും സത്യത്തിലും ഇന്നു മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങും. നമ്മള് ആ കഥകള്, ഈ കഥകള്, അവിടെ നടക്കുന്നത്, ഇവിടെ നടക്കുന്നത് ഒന്നും വിശ്വസിക്കല്ല. അതൊന്നും എന്തല്ല, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക പല സ്ഥലങ്ങളിലും. അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടതല്ല, കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിന്റെ രക്തത്തിൽ വിശ്വസിക്കണം. അല്ലെങ്കിൽ നമ്മൾ തിരിച്ചു പോകും. ശരിയാ, അവര് ദേവാലയം പണി, ആ ദേവാലയത്തിൽ അവര് അത് ചെയ്ത് പണിതാലും പണിതില്ലെങ്കിൽ അതെന്താ അംഗീകരിക്കപ്പെടാത്ത ഒരു സംഭവമായിട്ട് മാറ്റപ്പെട്ട് കഴിഞ്ഞു. ഹല്ലേലൂയ. എനിക്ക് സത്യം എന്താ നമ്മുടെ കയ്യിലിരിക്കുന്നതാ, അത് മനസ്സിലാക്കാൻ പറ്റുക. ഹല്ലേലൂയ. അത് മനസ്സിലാക്കാൻ പറ്റുക. പത്രോസിന്റെ കയ്യിൽ താക്കോലുകൾ കൊടുത്തു, അവൻ എന്തായിട്ട് വിളിച്ചു? പാറയായിട്ട് മാറ്റപ്പെട്ട് കഴിഞ്ഞു. അവനാണ് പാറ. ഇനി അവിടുത്തെ പാറയമേ നമ്മൾ മത്സരിക്കേണ്ട കാര്യമില്ലാതെ ആര് പറഞ്ഞു? ദൈവം പറഞ്ഞു. നമുക്ക് പിന്നെയും ഒരു ആശ്വാസം കിട്ടുക അത് കേൾക്കുമ്പോഴാണ്. ഹല്ലേലൂയ. അവര് സമർത്ഥമായി അവരെ തോൽപ്പിച്ച് ആ പാറ വീണ്ടെടുത്ത് അവിടെ ഒരു ദേവാലയം പണിയുമ്പോഴേക്കാ പലർക്കും. പക്ഷെ ഇതൊക്കെ പഴയ കാര്യങ്ങളാ, അതൊക്കെ കഴിഞ്ഞു, മൂടപ്പെട്ട് കഴിഞ്ഞു. പുതിയ കാര്യം നമ്മളിലേക്ക് വന്നു കഴിഞ്ഞു. നമ്മളിലേക്ക് ക്രിസ്തു വന്നു. നമ്മളുടെ ഉള്ളിലാണ് ക്രിസ്തു എന്ന് നമ്മളോട് പറഞ്ഞു തന്നു. ഞാൻ നിങ്ങള് വിശുദ്ധ കുർബാനയിലൂടെ എന്ത് സംഭവിക്കുന്നത്? 6:56 വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6:56. നിന്റെ എന്റെ ശരീരം ഭക്ഷിക്കുകയല്ല രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. എന്ത് സംഭവിക്കപ്പോ? ഈശോ നമ്മളില് വസിക്കാൻ തുടങ്ങാം. ശക്തമായ രീതിയിൽ ഈശോ നമ്മളിലുണ്ടെന്നുള്ള ഒരു ബോധ്യം നമ്മൾക്ക് ഉണ്ടെങ്കിൽ നമ്മളുടെ ഒരു പ്രശ്നങ്ങളും നമ്മളെ തളർത്തില്ല, നമ്മുടെ മനസ്സ് തളരില്ല. ഇവിടെ എഴുതി വെച്ചിരിക്കുക, നീ എന്ന് നിനക്ക് രക്തോട്ടം വരെ ഇതാവില്ല. അത് കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുക. നിന്റെ മനസ്സ് തളർന്നാല് മെയിൻ പമ്പ് ഇത് ഹാർട്ടിന്റെ കാര്യമാണെങ്കിൽ കൃത്യമായിട്ട് പറയാ. മനസ്സിന്റെ കാര്യം അങ്ങനെ തന്നെ, ഹാർട്ടിന്റെ കാര്യം അങ്ങനെ തന്നെ. മനസ്സിന് എന്ത് സംഭവിച്ചാൽ ഉടനടി അത് ഹൃദയത്തെ ബാധിക്കും. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾക്ക് ഈ തിരുരക്തം കൊണ്ട് ഏറ്റവും അധികം എപ്പോഴും കഴുകേണ്ട ഒരു സാധനം എന്താ? ഹല്ലേലൂയ. നമ്മുടെ ചിന്തകളെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? കഴുകിക്കൊണ്ടിരിക്കണം. അടുത്ത മാസം അതിനുള്ള ഓഫറിന്റെ മാസം സഭ നമുക്ക് പഠിപ്പിച്ചു തന്ന, അല്ലെങ്കിൽ ആഘോഷമായിട്ട് ആഘോഷിക്കാനായിട്ട് തന്നിട്ടുള്ള മാസം തിരിയിലേക്ക്. അതിന്റെ റെസ്പെക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ 3 എന്താ പറയാ, സ്വർഗസ്ഥനായി നന്മ നിറഞ്ഞ മറിയുമൊക്കെ ചെല്ലും. അതൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കേണ്ട സമയം. ഹല്ലേലൂയ. രക്ത പ്രാർത്ഥനകള് ചൊല്ലേണ്ട സമയം. അങ്ങനെ നമ്മൾ വിശുദ്ധീകരണം നേടിയെടുക്കേണ്ടതാ. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. അങ്ങനെ നമ്മുടെ വീണ്ടെടുക്കപ്പെട്ടവരാ. നമുക്കറിയാം യേശു ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ചിലപ്പോൾ റിപ്പീറ്റ് ആയിരിക്കാൻ പറ്റാന്നാലും ഒരു പ്രാവശ്യം കൂടി പറയാം. ഈശോ വളരെ പ്രത്യേകമായിട്ട് പറയാ, എന്തുകൊണ്ടാ ഈശോ തന്നെ വരണം എന്നുള്ള തീരുമാനം. നമുക്ക് ആരെങ്കിലും വന്ന പോലെ, ആരെങ്കിലും വന്നിട്ട് ഇപ്പൊ നമുക്കറിയാം എത്ര പേര് അപൂർവമായിട്ട് മർദ്ദനത്തിന് ഇരയായിട്ട് മരിച്ചു പോണ അവര് ഈ സെയിന്റുമാരുണ്ട്. അതിൽ പല രീതിയിലുള്ള വ്യക്തികളുണ്ട്. നമുക്ക് അവരെ ആരെങ്കിലും ഈശോയ്ക്ക് മതിയില്ല. ബ്രദറിനോട് പറയായിരുന്നു, ഒരു വയസ്സായ ഒരു സഹോദരി അച്ഛനോട് ചെന്നിട്ട് അച്ഛനെ ചൊല്ലാൻ തപ്പലൊക്കെ ഉണ്ടായി കുർബാന ചെല്ലാനായി. അപ്പൊ ആ സഹോദരി കുർബാന കഴിഞ്ഞപ്പോ ചെന്നിട്ട് പറയാ, ഇതിൽ നന്നായിട്ട് ഞാൻ കുർബാനയിലല്ലോ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഈ തിരുരക്തത്താല് എന്ത് ചെയ്യപ്പെടണം? നമ്മള് വിശുദ്ധീകരിക്കപ്പെടണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാനൊരു ഉദാഹരണം പറയാം. എന്താ പറയുമ്പോ സ്റ്റാർട്ടിങ് ഇട്ടത് ഏതാ? ഓക്കെ. ഒന്നുമില്ല, നമ്മുടെ കടങ്ങള് വീട്ടാനായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഇതിന് വേണ്ടി പാപപരിഹാരം ചെയ്യാൻ പറ്റുമായിരുന്നു. കാരണം ഏതെങ്കിലും സൈന്യന്മാരൊക്കെ ക്രഷ് ചെയ്ത് കൊന്നവരൊക്കെ, അതുപോലെ തന്നെ തൊലിരിഞ്ഞു കൊന്നവരുണ്ട്. പിന്നെ നമുക്കറിയാം പസ്മോദ്വീപില് യോഹന്നാൻ സ്ലീഹായി മരിച്ചിരുന്നു. നമുക്ക് കൃത്യമായിട്ട് അറിയാം.
അപ്പൊ അവരൊക്കെ ആരെങ്കിലുമൊക്കെ ഇതിലും സഹനേറ്റ വ്യക്തികളല്ലേ. പക്ഷെ ഒരു കാര്യമുണ്ട്, നമുക്ക് കടങ്ങൾ വീട്ടാൻ പറ്റില്ല. കാരണം എന്താ? നമ്മളെല്ലാവരും ക്രെഡിറ്റ് കാർഡ് ഒക്കെ കൊണ്ടെടുക്കുന്നവരാ. ഹല്ലേലൂയ. കടമുള്ളവര് കടം വീട്ടാൻ പറ്റുമോ? ഇല്ല. കടമുള്ളവന് എന്ത് ചെയ്യാൻ പറ്റില്ല? കടം വീട്ടാൻ പറ്റില്ല. അവൻ എന്ത് ചെയ്യാൻ പറ്റും? കടം ഇരട്ടിയാവും അവന്റെ. ആർക്ക് വേണം? പണക്കാരനാണ് കടം വീട്ടാൻ പറ്റുള്ളൂ. ആർക്കെ പറ്റുള്ളൂ? ഇപ്പൊ എനിക്ക് എല്ലാവർക്കും കടമുണ്ട്, എനിക്ക് വീട്ടാൻ പറ്റൂ? വീട്ടി കഴിഞ്ഞാൽ ഞാൻ ഇതിലും കൂടുതൽ ദുർബലനാവും. ഹല്ലേലൂയ. അപ്പൊ എന്ത് ചെയ്യാൻ പറയുന്ന ദൈവം? പാപമില്ലാത്ത അല്ലെങ്കിൽ കടമില്ലാത്ത ആരെങ്കിലും വേണം. പിന്നെ കടം ഒരു വലിയ പണക്കാരൻ വന്ന് കടം വീട്ടുമ്പോ അതാണ് യേശു ക്രിസ്തു. ഹല്ലേലൂയ. ആ പാപമില്ലാത്തവൻ വന്ന് എന്ത് ചെയ്യാ? കടം വീട്ടണം. ബാക്കി ആര് അതിന് തുല്യമായിട്ട് അതിന് മേലായിട്ട് മരിച്ചിട്ട് കാര്യമില്ല. എന്ത് ചെയ്യണം? പാപമില്ലാത്തവന് മാത്രമാണ്. അങ്ങനെ നോക്കിയപ്പോ ആരാ? തന്റെ പുത്രന് മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പാപമില്ലാതെ ഇതിന് പരിഹാരം ചെയ്യാൻ പറ്റുള്ളൂ. ആരൊക്കെയാ കിടന്ന് നിലവിളിക്കണേന്ന് അറിയോ? ആരാ നിലവിളിക്കണേ? ആബേലിന്റെ രക്തം എന്ത് ചെയ്യുന്നു പറയണേ? 4-ാം അധ്യായത്തില്, ഉൽപ്പത്തി 4-ാം അധ്യായത്തില് നിലവിളിക്കുക. രക്തം, ആബേലിന്റെ രക്തം മുതല് അവിടുന്ന് അങ്ങോട്ട് പിടിച്ചോ, ഈ ലോകാവസാനം വരെയുള്ള എല്ലാവരുടെ രക്തവും എന്ത് ചെയ്യുക? നിലവിളിക്കുക. ആർക്ക് വേണ്ടിയിട്ട്? മരിച്ചവരൊക്കെ നിലവിളിച്ചുകൊണ്ടിരിക്കുക. എനിക്കൊരു ഉത്തരം തരണം, എന്നെ സഹായിക്കണം, എനിക്ക് ഒരു സമാധാനം കിട്ടണം. അതിനെന്ത് ചെയ്യണം? കായേനെ കൊല്ലണം. അപ്പൊ ഈശോ എന്ത് പറഞ്ഞു? അവനെ കൊല്ലണ്ട. ഞാൻ നമ്മുടെ പാപങ്ങൾക്ക് എന്താ ചെയ്യണേ ഈശോ? ഒരു ഓഡിയോയിലും വീഡിയോയിലും ഒക്കെ കാണാൻ പറ്റുമ്പോ എന്തുവെള്ളൊക്കെയാ ചെയ്യാൻ പറ്റിയ കർത്താവിന്. ഹല്ലേലൂയ. കർത്താവ് എന്ത് ചെയ്യണേ? നിനക്ക് അടി കിട്ടുമ്പോ, നീ പാപം ചെയ്യുമ്പോ കർത്താവ് എന്ത് ചെയ്യണേ? നിന്നെ മറച്ചു പിടിക്കുക. അടി മുഴുവൻ കർത്താവ് സ്വീകരിച്ചു കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്ത് സംഭവിക്കുന്നത്? കർത്താവ് സ്വീകരിച്ചു കൊണ്ടിരിക്കുക. ഓർണാന്റെ മെതിക്കളത്തില് ദൂതൻ വന്ന് വാളൂരിയപ്പോഴേ എന്ത് സംഭവിച്ചേ? 1,50,000 പേര് അപ്പൊ തന്നെ ഫിനിഷ്. ഇതാണ് കർത്താവിന്റെ കോപം. ഇത് വരണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അന്ന് ദാവീദും അനുചരന്മാരും കാല് പിടിച്ച് കരഞ്ഞു. അപ്പൊ നീ ഒരു ബലി അർപ്പിക്കാൻ പറഞ്ഞ് അവസാനിപ്പിച്ച കാര്യങ്ങളാ. ഹല്ലേലൂയ. വീണ്ടും പൊക്കിക്കൊണ്ടുവരിക. എത്രമാത്രം ഭൂമി പിളർന്ന് എത്രമാത്രം ആൾക്കാര് ഭൂമിയുടെ ഉള്ളിലേക്ക് പോയി. എത്ര പാപത്തിന് അപ്പൊ തന്നെ പരിഹാരം. പാപം ചെയ്യുമ്പോ എന്ത് സംഭവിച്ചിരുന്നേ? സർപ്പങ്ങൾ അവരെ ആക്രമിക്കാൻ തുടങ്ങി, മൃഗങ്ങൾ ആക്രമിക്കാൻ തുടങ്ങി. ഇതിൽ നിന്ന് മോചനം വേണം. സർപ്പത്തെ ഉയർത്തി. കർത്താവ് പറഞ്ഞു പരിഹാരം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇങ്ങനെ നമ്മൾ മാപ്പ് പറഞ്ഞ്, അതുപോലെ തന്നെ സോദോം ഗൊമോറ നശിപ്പിച്ചു. പാപം വന്നപ്പോഴ് എന്ത് സംഭവിച്ചു? അതുപോലെ ഇത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് മാപ്പ് പറഞ്ഞ് അബ്രാഹം നിലവിളിച്ചു, ലോത്തിനെ രക്ഷിച്ചു. അങ്ങനെ എന്ത് സംഭവിക്കണേ? വെള്ളപ്പൊക്കം ഉണ്ടായി. ഏതില? നോഹയുടെ കാലത്ത് എന്ത് സംഭവിച്ചേ? ഒരാള് പോലും ഇല്ലാതെ. എന്തുകൊണ്ടാ? ഭൂമിയുടെ അകൃത്യം മൂലം ദൈവം അതിനെ നശിപ്പിക്കാൻ അങ്ങനെ തയ്യാറെടുക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ തയ്യാറെടുക്കണമെന്നാണോ നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ട് പിതാവായ ദൈവം നോക്കുമ്പോൾ കോപം വരുമ്പോഴേക്കും ദൈവം പറയും, ഈശോ പറയും, കെട്ടിപ്പിടിച്ചിട്ട് പറയും, ഇവരല്ല ചെയ്തത്, ഞാനാ ചെയ്തത്. ആ പാപ പരിഹാരത്തിന് ഞാൻ റെഡിയാ. കായൻ, നീ കരയണ്ട, ഞാൻ റെഡിയാ. ഞാൻ ആബേലിന് വേണ്ടി ഞാൻ മരിക്കാൻ റെഡിയാ. അല്ല, കായന് വേണ്ടി. കായൻ മരിക്കേണ്ടവനാ ആബേലിനെ കൊന്നതിന് പകരം. അവന് വേണ്ടി ഞാൻ മരിക്കാൻ. ഈശോ കുറെ പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനിപ്പൊ തന്നെ ഉത്തരം കൊടുത്തു കഴിഞ്ഞാല് ക്രഷ് ചെയ്ത് പോവും. അവൻ പൊട്ടി പോലും ഭൂമിയിൽ ഇല്ലാത്ത രീതിയിൽ അവൻ നശിച്ചു പോവും. ഈശോ പ്രൊട്ടക്ട് ചെയ്ത കാരണ നമ്മൾ വിശ്വസിക്കുക, ഈ ലോകത്തിൽ ജീവിക്കുക. ഇതാണ് കർത്താവ് പറയുന്നത്. തിരുരക്തം എന്താണെന്ന് നമ്മൾ അറിയണം. നമ്മളെ ചേർത്ത് പിടിച്ചിരിക്കുക. നമ്മുടെ പാപങ്ങളില് അടിക്കാൻ തുടങ്ങി കഴിഞ്ഞാല് വാളൂരല്ല. ഹല്ലേലൂയ. 1.5 ലക്ഷം പേര് മരിച്ചതാ. അവിടെ ഇപ്പൊ സോളമൻ ദേവാലയം പണിത്. ഈ ഹിസ്റ്ററിക്ക് എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിലേക്ക് തന്നെ തിരിയണം. നമ്മുടെ കുടുംബത്തിലേക്ക് തിരിയണം.
നമ്മുടെ ഗ്രന്ഥത്തിലേക്കെങ്കിലും തിരിയണം. ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ ബൈബിൾ ഒന്ന് വായിച്ച് തീർക്കണം. അല്ലെങ്കിൽ അതിന്റെ ഇൻസിഡൻസ് നമ്മുടെ ബുദ്ധിയിലൊക്കെ എന്ത് ചെയ്യണം? ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഓരോന്ന് വരുമ്പോ അതിന് തീർക്കല്ല ഞാൻ പറയുന്നത്. നമ്മളില് എന്ത് വരണം? ഉത്തരം ഉണ്ടാവണം. ഒരുത്തം വന്ന് ചോദിക്കുക യേശു ക്രിസ്തു ദൈവമാണെന്ന് യേശു ക്രിസ്തു പറയുന്ന സമയത്ത് എല്ലാവരുടെ ബൈബിളില്ല. എന്നാലും എന്ത് ചെയ്യില്ല? വട്ടം പോലും വായിക്കില്ല. ക്രിസ്ത്യാനികളാ ചോദിക്കണേ. ഹല്ലേലൂയ. ബാക്കിയുള്ളവര് ചോദിക്കുമ്പോ നമുക്കൊരു ഓക്കെയാണ്. ബാക്കിയുള്ളവര് പറയുമ്പോ നമ്മൾ ഓക്കെയാണ്. കാരണം എന്താ? അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ലല്ലോ. അവർക്ക് ഇതിനെ കുറിച്ച് വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ലല്ലോ. നമുക്ക് എല്ലാം വെളിപ്പെടുത്തി തന്നിട്ടും എന്താ നമ്മൾ ഈശോയെ സ്നേഹിക്കാത്ത? ഈശോ എത്രമാത്രം ദുഃഖിക്കുന്ന ഒരു മേഖലയാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈശോ വളരെയധികം കരയാ. അവസാന ദിവസങ്ങളിൽ എന്ത് സംഭവിക്കും? വ്യഭിചാരം കൊണ്ട് ഈ ലോകം മുഴുവൻ നശിക്കുന്ന പറഞ്ഞിരിക്കണേ. ഇങ്ങനെയാ. ഒരു കാര്യമല്ല, നിങ്ങൾ ഹൃദയത്തില് ആസക്തിയോടുകൂടി നോക്കിക്കഴിഞ്ഞാല് അത് ഒരു കാര്യത്തിലല്ല, ദ്രവ്യാസക്തി, ഏത് ആസക്തിയാണെങ്കിലും. ചിലപ്പോ കാറിനോടായിരിക്കും മോഹം തോന്നുമ്പോ അപ്പൊ ഹൃദയത്തില് തിരുരക്തത്താൽ കഴുകണമേ, പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഏതെങ്കിലും വസ്ത്രം കണ്ടു താത്താന്റെ ഒരു ആഡംബരങ്ങളും നമുക്ക് വേണ്ടാന്ന് തന്നെ പറയാ. ദൈവം തരുന്നുണ്ടെങ്കിൽ ഓക്കെ, ഹല്ലേലൂയ. ദൈവം തന്നെ നിങ്ങൾ എന്ത് വേണേ സ്വീകരിച്ചോ. മറ്റുള്ളവരെ കണ്ടുകൊണ്ട് എനിക്ക് അത് വേണം. അപ്പൊ തന്നെ നമ്മൾ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കണം. തിരുരക്തത്താൽ കഴുകണം, പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ. ചിന്തകളെ നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാല് നിങ്ങളില് അത്ഭുതം നടക്കും. ദൈവം എന്ന് പറയാ. നിങ്ങൾക്ക് എന്താ യേശുവിനെ മനസ്സിലാവാത്ത? ഇത്രയും നന്നായിട്ട് ഈശോ നിങ്ങളെ സ്നേഹിക്കുമ്പോൾ ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഉള്ളിലിരുന്നു കൊണ്ട് ഈശോ വേദനിക്കുക. നിങ്ങള് അതിനൊക്കെ ഉപേക്ഷിച്ച് സർവശക്തനായവനെ ഉപേക്ഷിച്ച് പൊട്ടക്കിണറുകള് തേടി നടക്കല്ലേ എന്ന് ദൈവം പറയാ. ഹല്ലേലൂയ. നിങ്ങൾ ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ, നിങ്ങൾ ദൈവത്തെ വചനത്തെ ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ, നിങ്ങൾ ദൈവത്തിന്റെ ശക്തിയെ ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ എല്ലാത്തിനും കൃത്യമായ ഉത്തരമാര് തരും. നിങ്ങൾ ഒരിക്കലും തകർന്നു വരില്ല, നിങ്ങൾ ഒരിക്കലും പതറേണ്ടി വരില്ല, നിങ്ങൾ ഒരിക്കലും നാമാവശേഷമായി പോകില്ല. ഹല്ലേലൂയ. പറയാ ക്രിസ്ത്യാനിറ്റി പോവാ ഈ ലോകത്ത് എന്തുണ്ടാവില്ല, ക്രിസ്ത്യാനിറ്റി ഉണ്ടാവില്ല. ഹല്ലേലൂയ. എന്തോ വചനം പറയണേ. നിങ്ങൾ വചനം ധ്യാനിച്ചിട്ടില്ല, തർക്കം പറ്റില്ല കേട്ടോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സാത്താന്റെ ഒരു ശക്തിക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രബലപ്പെടുകില്ല. ഹല്ലേലൂയ. പ്രബലപ്പെട്ടിട്ട് വേണ്ട അതിനെ നശിപ്പിക്കാൻ. ഒരു ശക്തിയും എന്ത് ചെയ്യില്ല, പ്രബലപ്പെടില്ല. കാരണം എന്താണെന്നറിയോ? ബാലിന്റെ മുന്നില് മുട്ടുമടക്കാത്ത, സ്ത്രീകളെ സ്പർശിക്കാത്ത 144,000 പേര് സഭയിലുണ്ട്. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ ദൈവത്തെ ആരാധിച്ചുകൊണ്ട്, ഈ വചനത്തെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. നമ്മളും എന്ത് ചെയ്യണം? ദൈവം ആഗ്രഹിക്കുക. എന്താ പറയാ, അവസാന ദിവസത്തില് ഇങ്ങനെ ഒരു വിധി ഉണ്ടാവും, നടക്കും. അവിടെ എങ്ങനെയാ? ഈശോ വെള്ളവസ്ത്രം അണിഞ്ഞ് നടക്കും. അതിന്റെ പിന്നാലെ എത്രയാ? കോടാനുകോടി മാലാഖമാരും വിശുദ്ധരും. അപ്പൊ ഏറ്റവും ആദ്യം എവിടെ ഉണ്ടാവും? ആരുണ്ടാവും എന്ന് പറഞ്ഞാൽ കുഞ്ഞുമക്കളെ ഉണ്ടാവും. എവിടെ? നമുക്ക് ഹെരോദോസൊക്കെ കൊന്നു കഴിഞ്ഞ കുഞ്ഞുമക്കളും അവരുടെ കൂടെ ഉണ്ടാവുന്ന വെളിപ്പെടുത്തല്. ഹല്ലേലൂയ. അങ്ങനെ നമുക്ക് എന്താ ആ ചിന്ത വരാത്ത? നമ്മളും ഇന്ന് മുതലേ നമ്മളുടെ ചിന്ത വചനം ധ്യാനിക്കണം. വചനത്തിന് ധ്യാനിക്കുമ്പോൾ നമ്മുടെ കെട്ടുകളൊക്കെ പൊട്ടുന്നു. ഏത് വലിയ കെട്ടും പൊട്ടിക്കാനുള്ള കഴിവുള്ള വചന നിങ്ങളുടെ മുമ്പിലുള്ളത്. നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് ആ വചന. ഇതിനെ ധ്യാനിച്ച് ധ്യാനിച്ച് ബ്രേക്ക് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതുപോലെ ഏതെങ്കിലും ബ്രദർമാര് വന്ന് പറഞ്ഞ് ഈശോ എന്താണെന്ന് വീണ്ടും പറഞ്ഞ് വേറെ എങ്കിലൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്ന് അടുത്ത സെറ്റിലേക്ക് പോയി, അടുത്ത സെറ്റിലേക്ക് പോയി, പിന്നെ കുറച്ച് മുന്നോട്ട് പോകും, കുറച്ച് ബാക്കിലേക്ക് വരും, കുറച്ച് മുന്നോട്ട് പോകും. അങ്ങനെ നിന്നിട്ട് കാര്യമില്ല. ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയാണ്. കുറച്ച് ആത്മീയതയില് ഭയങ്കരമായിട്ട് അടിച്ചു കയറും. ആത്മീയതയില് 3 തലങ്ങളുണ്ട്, അറിയോ? 3 തലങ്ങളുണ്ട് ആത്മീയതയില്. ആദ്യത്തെ തലം എന്താണെന്നറിയോ? അതെ,
ആദ്യത്തെ തലം എന്താണെന്നറിയോ? ആത്മീയതയിലെ ആദ്യത്തെ തലം നമ്മുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും പോയിട്ട് ദൈവത്തോട് അയ്യോ എണ്ണിക്കൊടുക്കി ദൈവം എന്തോ പറയാൻ വരുന്നുണ്ട്. ശരിയില്ല, ദൈവത്തിന് ഊറ്റു ഇടയിൽ കൊടുക്കില്ല. നമ്മൾ എന്ത് ചെയ്യും? നിന്റെ ഇങ്ങനെ പറഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ ഒരുവിധം ഒതുങ്ങി മാരിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പിടുത്തം എന്താണെന്ന് അറിയും. ദൈവം അവിടെ ഇരിക്കുന്നുണ്ടാവും, നമ്മളിവിടെ പറഞ്ഞിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും, ബൈബിൾ വായിച്ചുകൊണ്ടേയിരിക്കും. അപ്പോഴും ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല. അടുത്ത സ്റ്റെപ്പാട്ടാ, രണ്ടാമത്തെ സ്റ്റെപ്പാ ആത്മീയതയിൽ. അപ്പൊ ദൈവം എന്ത് പറയും? ഇങ്ങനെ. അപ്പൊ ദൈവം കുറെ പറയുന്നുണ്ട്, നമ്മളെന്ത് ചെയ്യും? നമ്മൾ കേൾക്കണില്ല. നമ്മളെന്ത് ചെയ്യാ? അങ്ങോട്ട് അടിച്ചുകൊണ്ടിരിക്കുക, തകർത്തുകൊണ്ടിരിക്കുക. മെഷീൻ കൊണ്ട് വെച്ച് പോലെയാ. പ്രാർത്ഥനകളാകുന്ന ശരങ്ങള് നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. സ്വസ്ഥായിട്ട് ഇരിക്കേ, ഒന്നും വേണ്ട. നീ ഒന്ന് സ്വസ്ഥായിട്ടിരുന്ന ഒരു മിനിറ്റ് സ്വസ്ഥായിട്ടിരുന്ന. അപ്പൊ മനസ്സിൽ മുഴുവൻ എന്താ പറയുക? യേശുവേ യേശുവേ യേശു. ഒന്നും വിളിക്കണ്ട, നീ സ്വസ്ഥായിട്ടിരിക്കും. ഞാൻ ഒരാളോട് ചോദിച്ചതാ, ചെയ്യിപ്പിച്ചതാ, സ്വസ്ഥായിട്ടിരിക്കേ. യേശുവേ യേശുവേ യേശുവേ. ഞാൻ പറഞ്ഞു അതും വേണ്ട, അതും വിട്, വെറുതെ സ്വസ്ഥമായിട്ടൊന്നിരിക്കും. കുറെ നേരം കഴിഞ്ഞപ്പോ എനിക്ക് ഒരു മിനിറ്റ് ഇരിക്കാൻ പറ്റി, അവന് കുറച്ച് നേരം ഇരിക്കാൻ പറ്റി. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് മനസ്സിനെ സമാധാനപ്പെടുത്താനായിട്ട് തുടങ്ങി. ഹല്ലേലൂയ. ഇതാ നമ്മുടെ കുഴപ്പം. നമുക്ക് എന്തില്ല? ഈശോ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ? മിണ്ടാണ്ടിരുന്നിട്ട് ഈശോയെ ശ്രദ്ധിക്കുക. അപ്പോഴും നിങ്ങൾ ഈശോയെ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ജസ്റ്റ് അവൻ എന്താ പറയുന്നതെന്ന് കേൾക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പ്. എന്നിട്ട് എന്ത് ചെയ്യണം? മൂന്നാമത്തെ സ്റ്റെപ്പിൽ അടുത്ത പരിപാടി എന്താ? അത് അനുസരിച്ച് പ്രവർത്തിക്കണം. രണ്ട് സ്റ്റെപ്പ് നമുക്ക് പോകാൻ പറ്റും. മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് പോകുന്നത് അവിശുദ്ധന്മാരും എന്താ പറയാ ആത്മീയതയുള്ളവർ, അവർ സ്വർഗത്തിൽ പോകുന്നത് ഉറപ്പാ. ഹല്ലേലൂയ. അതാണ് ആര് ചെയ്തത്? പൗലോസും പത്രോസും ചെയ്ത കാര്യം എന്താ? ഇന്ന് താർശീശിലേക്ക് പോവാൻ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. റെഡിയായി. ദൂതൻ വന്നിട്ട് അല്ലെങ്കിൽ ദൈവം വന്നിട്ട് എന്ത് പറഞ്ഞു? നാളെ അവിടേക്ക് നീ പോണ്ട. ഹല്ലേലൂയ. നീ പോണ്ടത് ഇന്ന സ്ഥലത്തേക്ക്. അവൻ തിരിഞ്ഞു. ഈ ശബ്ദം കേൾക്കാത്തോടത്തോളം കാലം എന്ത് ചെയ്യാം? ഞാനൊക്കെ പറയുന്നു, അല്ലെങ്കിൽ തൊട്ടടുത്ത സുഹൃത്തുക്കള് പലരും പലതും പറഞ്ഞുതരും. അത് കേട്ട് നമുക്ക് നടക്കാം. ഹല്ലേലൂയ. ഈശോനെ ശ്രമിക്കാതെ ഈ ലോകത്തുള്ളവരെ മുഴുവൻ നമുക്ക് ശ്രമിച്ച് നടക്കാം. ഹല്ലേലൂയ. ഈശോനെ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ശ്രമിക്കാനായിട്ട് പറ്റില്ല. ഈ മൂന്നാമത്തെ ഘട്ടത്തില് എന്നോ എത്തേണ്ടതാണ് നമ്മളൊക്കെ. ഈ മൂന്നാമത്തെ തലത്തില് എന്നോ എത്തേണ്ടതാണ് നമ്മളൊക്കെ. നമ്മളെന്ത് ചെയ്തോന്നറിയോ? ഞാൻ എന്റെ കാര്യം പറയാം. കുറെയൊക്കെ മുന്നോട്ട് പോയിട്ട് മെനക്കെട്ട് പരിപാടി കുറച്ചൊക്കെ ബാക്കിലേക്ക് വന്ന് ഞാൻ സ്റ്റോപ്പ് ചെയ്ത് ഇവിടെ നിന്നാ മതി. നമ്മുടെ കംഫർട്ടബിൾ സോണാ. ഹല്ലേലൂയ. നമുക്ക് എന്തുണ്ട്? എല്ലാ കാര്യങ്ങളും റെഡിയാണ്. ഇനി അല്പം കൂടിയാലോ കുറഞ്ഞാലോ ചിലപ്പോ എന്തെങ്കിലും സംഭവിച്ചേക്കാം. ഹല്ലേലൂയ. ഇതിലിങ്ങനെയൊക്കെ ഒന്ന് മേല് തട്ടാണ്ട് പോയാ മതി. ഹല്ലേലൂയ. ദൈവം കൃത്യമായിട്ട് പറയുന്നത് എന്നെ ശ്രമിക്കുക, അതനുസരിച്ച് ചെറിയ കാര്യങ്ങളായിരിക്കും ചിലപ്പോ പറഞ്ഞു തരിക. ആ ഒരു കാര്യം ചെയ്താണ്ടല്ലോ നിങ്ങളുടെ കെട്ടുവിട്ടു. സഹോദരി പറയുന്നുണ്ട്, ഒരു ജപമാല ചൊല്ലി നടക്കുന്ന ഒരു സഹോദരി ഉണ്ടല്ലോ. ആ ജപമാല ഇങ്ങനെ ഉയർത്തി കഴിഞ്ഞാൽ അപ്പൊ സുഗന്ധ, ഭയങ്കര സുഗന്ധ. അവിടെ ഒരു ധ്യാന കേന്ദ്രത്തിലുണ്ട്. ഇപ്പൊ എല്ലാവരും വിളിക്കുന്നുണ്ട്. ഇപ്പൊ 5-8 കൊല്ലായി. സാക്ഷിയൊക്കെ കണ്ടിട്ട് 10 കൊല്ലായി. പക്ഷെ ആ സഹോദരിയുടെ പ്രത്യേകത ഇങ്ങനെയാണ്. ആ സഹോദരി ഒരു ദിവസം ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ ഇടയില് പരിശുദ്ധ അമ്മ വന്നിട്ട് പറഞ്ഞു, എന്റെ മോൻ തനിച്ചാ, നീ അവിടെ പോയിട്ട് ചെന്നിരിക്കാൻ പറഞ്ഞു. നമ്മൾ എന്തിനാ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുക? നമ്മുടെ പ്രാർത്ഥനകളില് നമ്മൾ വേറെ ഒന്നും കേൾക്കണില്ല. മാതാവ് പറഞ്ഞാലും യേശു പറഞ്ഞാലും നമ്മൾ ശ്രദ്ധിക്കാൻ തയ്യാറില്ല. നമ്മൾ എന്തിനാ ഈ പങ്ക കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ജപമാല ചൊല്ലി കഴിഞ്ഞിട്ട് നാം അങ്ങോട്ട് പോവാ. ഇത് നമ്മുടെ ഉള്ളിലുള്ളതെല്ലാം മാറ്റി കളയുമ്പോ, മനസ്സിന്റെ തലങ്ങളിൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുമ്പോ മാത്രം നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക്
കയറാൻ പറ്റുള്ളൂ. നമ്മൾ ഇരിക്കണം, ദൈവസന്നിധിയിൽ ഇരുന്ന് ജസ്റ്റ് ഒന്ന് കഴിക്കുക. ഇപ്പോഴും ഈശോ ഈശോ എന്ന് വരും. ഹല്ലേലൂയ. അതൊക്കെ മാറ്റി സൈലന്റ് ആയിട്ട് ഇരിക്കുക. അല്ലെങ്കിൽ ഈശോ ഈശോ എന്ന് കുറച്ചു നേരം വിളിച്ചു, അത് കഴിഞ്ഞിട്ടെങ്കിലും സൈലന്റ് ആയിട്ട് ഈശോ പറയുന്നുണ്ടോ എന്നൊന്ന് നോക്കുക. ഹല്ലേലൂയ. തൃപ്തി വന്നതിന് ശേഷമെങ്കിലും അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഹല്ലേലൂയ. അങ്ങനെയാ പൗലോസും പത്രോസൊക്കെ ഇതുപോലെ അവരൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ എന്ത് സംഭവിക്കുക, അവര് തൊട്ട സ്ഥലങ്ങളൊക്കെ എന്നാള് ആരെന്നോട് പറയാ, നിങ്ങളുടെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ വിശുദ്ധരായുള്ള സാധനങ്ങൾ മരിച്ചു കൊണ്ടൊക്കെ മുമ്പ് സാധനങ്ങളൊക്കെ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ എടുത്തു വെച്ചോളോട്ടാണ്. എന്തിനാന്നറിയോ? നല്ല ബദറൊക്കെ മരിച്ചു പോയി, ഇനിയിപ്പോ വിശുദ്ധനാവാനൊക്കെ ചാൻസ് ഉണ്ട്. ഹല്ലേലൂയ. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? തിരുശേഷിപ്പായിട്ട് കൊണ്ടുവരാൻ പറ്റും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇങ്ങനെ നമ്മളെ നിരന്തരം അല്ലെങ്കിൽ ദൈവം ബഹുമാനിക്കുന്ന ഒരു സമയം വരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിന് നമ്മള് എന്ത് ചെയ്യണം? നമ്മളെ തന്നെ ഒരുക്കണം. ആദ്യം മനസ്സിന്റെ തലത്തില് ശാരീരികം, മനസ്സ്, ആത്മാവ്, മൂന്നിലേക്ക് വരണം. ആദ്യം എന്തായിരുന്നു? 3 തലങ്ങൾ കണ്ടത്. ആദ്യം നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പറയാം, അതാണ് ശാരീരികം. രണ്ടാമത്തെ മനസ്സിന്റെ തലത്തിലേക്ക് വരുമ്പോ നമ്മൾ പ്രാർത്ഥനകളിലേക്ക് നടക്കും. ആത്മാവിന്റെ തലത്തിലേക്ക് വരുമ്പോ നമ്മൾ സൈലന്റ് ആയിട്ട് ഇരിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. സൈലന്റ് ആയിട്ടിരുന്ന് അത് മനസ്സ് ബാധിക്കും. സൈലന്റ് ആയിട്ടിരുന്ന് കേൾക്കാൻ തുടങ്ങും, അതനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. നമുക്ക് ആരാധനയ്ക്കായിട്ട് നമുക്ക് മുട്ടുകളെ മുടക്കാം. നമ്മൾ കേട്ട വചനങ്ങള് അല്ലെങ്കിൽ കേട്ട എല്ലാ മേഖലകളെയും നമ്മുടെ മനസ്സിന്റെ തലത്തിലേക്ക് കൊണ്ടുവരാം. ഈശോയ്ക്ക് വിട്ടുകൊടുക്കുക നമ്മളെ തന്നെ. ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഉണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുക. ഇപ്രകാരമാണ് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുക. 2 or 3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. വിശുദ്ധമായ സുവിശേഷം 18. ഈശോ നമ്മുടെ മധ്യസന്നിഹിതനായിരിക്കുകയാണ്. ആ ഈശോയാണ് നമ്മൾ ആരാധിക്കാൻ പോകുക. നമ്മൾ തിരിച്ചറിയുക, ഈശോ കൂടെ കടന്നു വരുമ്പോൾ എത്രമാത്രം മാലാഖമാരും വിശുദ്ധരും. നമുക്കറിയാം, ഒരു പ്രസിഡന്റ്, ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് ഇവിടെ കടന്നു വന്നാൽ എത്രമാത്രം സെക്യൂരിറ്റി ഇവിടെ കടന്നു വരും. ചിന്തിക്കാനാവാത്ത സെക്യൂരിറ്റി, അതിന്റെയൊക്കെ എത്രയോ ഉന്നതത്തിലുള്ള യേശുവാണ് ഇവിടെ കടന്നു വരിക. എത്രമാത്രം സെക്യൂരിറ്റി ഈ റൂമിൽ ഉണ്ടായിരിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയുക. എത്രമാത്രം വിശുദ്ധ മിഖായേല്, ഗബ്രിയേല്, റഫേല്, സറാഫുകള്, കെരൂബുകള് എന്ന് വേണ്ട എല്ലാവരും വന്ന് സന്നിഹിതരായിരിക്കുക. അവരുടെ കൂടെയാണ് നമ്മൾ ഇപ്പോൾ ആരാധിക്കാൻ പോവുക. ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ കൊടുക്കുക. ഈശോ പറയുകയാണ് ശമരിയക്കാരിയോട് പറഞ്ഞതുപോലെ. ഇപ്പൊ പറയാ, അവിടുന്ന് നമ്മളോടും പറയുകയാണ്, എനിക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പൊ ഉള്ളവനോ നിന്റെ ഭർത്താവല്ല. ഈശോ പറയുകയാണ്. ഈശോ നമ്മളെ കൗൺസിൽ ചെയ്യുകയാണ്, നമ്മുടെ എല്ലാ മേഖലകളിലേക്ക് കടന്നു വരിക. നമ്മളോട് ഈശോ പറയാണ്. അപ്പോഴ് ശമരിയക്കാരി പറയുകയാണ്, നീ സത്യമാണ് പറയുന്നത്, സത്യമാണ് നീ പറയുന്നത്. അവളുടെ ശൂന്യതയിലേക്ക് ഈശോ നടക്കുക. നമ്മുടെ ശൂന്യതയിലേക്ക് ഈശോ കടന്നു വരികയാണ്. അടിവെച്ച് നമ്മുടെ എല്ലാ ശൂന്യതകളിലേക്ക് കർത്താവ് കടന്നു വരികയാണ്. അവളെ സ്നേഹിക്കാൻ ആരുമില്ല. എല്ലാവരും അവരുടേതായ കാര്യങ്ങള് സാധിച്ചു പോവുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ഇടയിലും അങ്ങനെയാണ്. നമ്മളെ സ്നേഹിക്കാൻ ആരുമില്ല. ഒറ്റപ്പെട്ട നിമിഷങ്ങള്, എല്ലായ്പ്പോഴും നമ്മള് ഒറ്റപ്പെടുന്ന അവസ്ഥകളിൽ ദൈവം പറയാം, ഞാൻ നിന്റെ കൂടെയുണ്ട്. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനോ നിന്റെ ഭർത്താവല്ല. ആരും നിന്റെ ഭർത്താവല്ല, നിനക്ക് ആരുമില്ല. പക്ഷെ ഇനി നിനക്ക് ഞാനുണ്ട് എന്ന് പറഞ്ഞ് സൗഖ്യപ്പെടുത്തിക്കൊണ്ട് അവന്റെ ശൂന്യതകളില് കയറി ചെന്ന്, അവളെ തേങ്ങലിൽ കയറി ചെന്ന്, അവളുടെ ദുഃഖത്തിൽ കടന്നു ചെന്ന് അവളെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തിന്റെ മുമ്പിലാണ് നാം ഇപ്പോൾ ആയിരിക്കുക. നമ്മുടെ ശൂന്യതകളില്, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ തകർച്ചകളിലെ, പ്രശ്നങ്ങളിലെ കർത്താവ് കടന്നു വരുന്നു. ആ കർത്താവിനെ നോക്കിക്കൊണ്ട് നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം.
നമ്മുടെ ശൂന്യതകളിലേക്ക് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മുടെ I love you, Jesus. അവിടുന്ന് അവൾക്ക് സൗഖ്യം ലഭിച്ചു. അവൾ പൂർണ്ണ സൗഖ്യവതിയായി. ഈശോ അവളിലെ എല്ലാ മുറിവുകളെയും സുഖപ്പെടുത്തി. അവള് വചനം പറയാൻ തുടങ്ങി. അവൾ നഗരത്തിലേക്ക് ഓടിച്ചെന്ന് എന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ ഒരുവനെ ഞാൻ ഇപ്പോൾ കാണുന്നു, നിങ്ങളും വന്ന് അവനെ കാണുവിൻ എന്ന് പറയുമ്പോൾ നായക്കര മുഴുവൻ അവളെ വിശ്വസിക്കുക. നിങ്ങളെ നാളെ വിശ്വസിക്കേണ്ടതിന് ദൈവത്തെ കൂട്ടുപിടിക്കണം. ഹല്ലേലൂയ. ഇപ്പം നമ്മളുടെ ഉള്ളിൽ വസിക്കാൻ തുടങ്ങുമ്പോൾ ഈ നഗരം നിങ്ങളെ വിശ്വസിച്ച് വരും. യേശു നിന്റെ കൂടെയുണ്ടെന്ന്, നിങ്ങളിലുള്ള മാറ്റം നിങ്ങളുടെ മനസ്സിന്റെ തലത്തില്, നിങ്ങളുടെ കൈകാലുകളുടെ എല്ലാ ശാരീരികമായ തലത്തിൽ, നിങ്ങളുടെ പ്രവർത്തന തലത്തിലുള്ള മാറ്റങ്ങളെല്ലാം കണ്ടു നിൽക്കുന്ന ഒരു മനുഷ്യര്, എല്ലാവരും അന്തടിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യര് നിങ്ങളുടെ കൂടെ ഇറങ്ങി വരും. നിങ്ങൾ പറയുമ്പോൾ അത് വിശ്വസിക്കത്തക്ക രീതിയിൽ നിങ്ങളുടെ ഹൃദയങ്ങളും അവന്റെ ഹൃദയങ്ങളും ദൈവം പാകമാക്കി തരും. ഹല്ലേലൂയ. അവരെന്നിട്ട് പറയുക, ഞങ്ങൾ ഇനി കണ്ടു വിശ്വസിച്ചു, ഇനി ഈശോയോട് പറയുക ഞങ്ങളുടെ കൂടെ താമസിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവര് ഇന്നത്തെ ആ മകളോട് പറയാ, ഇനി നീ പറഞ്ഞത് കൊണ്ടല്ല, ഞങ്ങൾ കണ്ടു വിശ്വസിക്കോ. ഹല്ലേലൂയ. കണ്ടു വിശ്വസിക്കാനായിട്ട് ഞങ്ങളുടെ കണ്ണുകൾ തുറന്നു തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ ഹൃദയത്തിൽ ദൈവം നിറയട്ടെ. ഹല്ലേലൂയ. ജീവനുമെന്റെ മുൻപിലാണ് ആരാധിക്കും ജീവനുമെന്റെ
ഒന്നിലാണ് ജീവനുമെന്റെ ഒന്നിലാണ് ഉന്നിടുന്നു പാവനാത്മാ സ്തുതിക്കുന്നു ജീവനുമെന്റെ ഒന്നിനാണ് ഉണ്ടിടുന്നു ജീവനുമെന്റെ ഒന്നിനാണ് ഉണ്ടിടുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ hallelujah 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 കുടുംബത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന നിയോഗങ്ങളെയും ഞങ്ങളുടെ പ്രാർത്ഥന ആയിരിക്കുന്ന അവസ്ഥകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ബലഹീനതകളെ കണക്കിലെടുക്കാതെ അവിടുന്ന് ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ബലഹീനതകളിൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബത്തിന്റെയും കൂട്ടായ്മയുടെയും തിരുസഭയുടെയും ലോകം മുഴുവന്റെയും രാജാവായിരുന്നു കൊണ്ട് കർത്താവേ, അവിടുന്ന് ഞങ്ങളെ വഴി നടത്തണമേ. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം ഞങ്ങൾ ഓരോരുത്തരെയും വഴി നടത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 നമ്മുടെ വീട്ടിലൊക്കെ വചനം പറയാം, ചുമരിനോടും അതുപോലെ മൊബൈലിനോടും എല്ലാത്തിനോടും നമുക്ക് എന്ത് ചെയ്യാം, വചനം പറഞ്ഞ് അതിനെ സൈലന്റാക്കി വയ്ക്കാം. വചനം പറഞ്ഞുകൊണ്ട് നമുക്ക് അതിനെ വിശുദ്ധീകരിക്കാം. നമ്മുടെ വാഹനത്തെ എല്ലാത്തിനെയും വചനം പറഞ്ഞുകൊണ്ട്, വചനം എഴുതി വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിന്റെ നവീകരണം നമ്മളിലേക്ക് സംഭവിക്കുമ്പോൾ അതെല്ലാം സകല സൃഷ്ടികളിലും സകല വസ്തുക്കളിലും നമുക്ക് അപ്ലൈ ചെയ്യാം. ദൈവത്തിന്റെ വലിയ ശക്തി എല്ലാത്തിനും വ്യാപരിയുടെ എല്ലാത്തിനുള്ള കെട്ടുകൾ അഴിയപ്പെടുത്തെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വിശുദ്ധ കുരിശിന്റെ മുദ്ര സ്വീകരിക്കാൻ. തമ്പുരാനെ നാമത്തിൽ നമുക്ക് എല്ലാവർക്കും തന്നെയും കുടുംബത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ. തന്നെയും കുടുംബത്തെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ. അവൾ എന്നോട് വിശ്വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ. അതിനുടെ ഗീതം ഞാൻ മനസ്സിലാക്കട്ടെ. കർത്താവ് എങ്ങളുടെ ഗീതം മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള ജ്ഞാനവും അറിവും നൽകി അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. 1 ദിനവൃത്താന്തം 4:10 അവൻ ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എന്നോട് കൂടെ ആയിരിക്കും, വിപത്തുകളിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യണമേ. അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. കർത്താവ് മോചനത്തിന്റെ അത്ഭുത ശക്തി കൊണ്ട് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യെശയ്യാ 45:2 പ്രകാരം എനിക്ക് മുമ്പേ പോയി മലകളെ നിരപ്പാക്കുകയും ഇച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടമ്പൽ ഒടുക്കുകയും ചെയ്യുമെന്ന് കർത്താവ് ഞങ്ങളുടെ ആത്മീയ ഭൗതികമായ തടസ്സങ്ങളെ എടുത്തു മാറ്റിക്കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ അങ്ങയുടെ ചിറങ്കീഴിലായിരിക്കുവാനുള്ള ക്രമം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. യേശു എന്ന സമാധാനം
സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും സഹായിക്കും ശരിയായിരിക്കട്ടെ. നിത്യസഹായമാരേ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ, നിൻ മക്കൾ ഞങ്ങൾക്കായി നീ